ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത് ഉഗാണ്ടയിൽ നിന്നും. കർത്താവ് അത്ഭുതകരമായിട്ട് ഞാൻ പലപ്പോഴും ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ടൊരു സാക്ഷ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആഫ്രിക്കയുടേതായ കാര്യങ്ങളും പ്രത്യേകിച്ച് ഉഗാണ്ടയിലെ കാര്യങ്ങളും ഒക്കെ ദേവദാസന്റെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. ആ പ്രിയ കർത്താവിന്റെ ദാസനെ വളരെയധികം സ്നേഹത്തോടും വളരെയധികം ആദരവോടും കൂടെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ സന്തോഷമായിരിക്കുന്നോ? ഓക്കെ, ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ കേൾക്കാൻ വളരെയധികം ആഗ്രഹത്തോടു കൂടെ ഇരിക്കുകയാണ്. എന്നാൽ നമുക്ക് അതിന് മുന്നമേ തന്നെ നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്നപ്പ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോടുള്ളതിനാൽ നന്ദി കർത്താവേ. പ്രത്യേകാലം അങ്ങയുടെ ദാസന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയപ്പാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിയാട്ട് കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാൻ ഉള്ള കൃപ കൊടുത്താട്ട് കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടപ്പാ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവെ. പ്രശംസിക്കാനും പുകഴുവാനും ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങയുടെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അല്പസമയുടെ പാദപടത്തിൽ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. ഉഗാണ്ടയിൽ നിന്ന് പറയുമ്പോ അവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണുമല്ലോ. അപ്പൊ അവിടുന്ന് ഇവിടെ നടന്ന് ജോയിൻ ചെയ്തേക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് ദേവദാസൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ. തീർച്ചയായും. ആദ്യം എൻ്റെ പേര് പീറ്റർ ജോർജ് എന്നാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഉഗാണ്ട എന്ന രാജ്യത്താണ്. വേൾഡിലെ രണ്ടാമത്തെ ദാരിദ്ര്യ രാജ്യം എന്നറിയപ്പെടുന്ന ഉഗാണ്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉഗാണ്ടയിലെ കമ്പാലയാണ് ഉഗാണ്ടയുടെ തലസ്ഥാനം. ആ കമ്പാലയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് വൈഫും അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനം തന്നിട്ടുണ്ട്. ഞാനും വൈഫും ഇളയ മോനും ഞങ്ങൾ 3 പേരും ഇവിടെ ഉഗാണ്ടയിലാണ്. മൂത്ത മോൻ ഇപ്പോൾ കർത്താവിൽ അവൻ MBBS ചെയ്യുന്നു. രണ്ടാമത്തെ മോൻ അവൻ്റെ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. എനിക്ക് പിതാവുണ്ട്, 3 സഹോദരന്മാരുണ്ട്, ഒരു സഹോദരിയുണ്ട്. അവരെല്ലാം കുടുംബമായിട്ട് കർത്താവിന്റെ കൃപ അനുഗ്രഹമായിരിക്കും. ഓക്കെ മാസ്റ്റർ, കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞാട്ട്? കേരളത്തിൽ എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പുഴയാണ്. ആലപ്പുഴ കരുമാടി എന്ന ഗ്രാമം. കരുമാടി എന്ന് കേൾക്കുമ്പോഴേ കരുമാടി കുട്ടനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മ വരും. പിന്നെ തകഴി ശിവശങ്കരപ്പിള്ള, ഇതാണ് എൻ്റെ നാട്. ഞാൻ പക്ഷെ സെറ്റിലായിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയം കൊല്ലാട് എന്ന സ്ഥലത്താണ് ഞാൻ സെറ്റിലായിരിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയം മൂലയിടത്താണ്. ഓക്കെ പാസ്റ്ററെ, നീ ഇന്ന സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. കർത്താവിന്റെ ദാസന്റെ ബാല്യം മുതൽ കർത്താവിന്റെ ദാസന്റെ ദൈവം നടത്തിയ വിധങ്ങൾ, വഴികൾ, കർത്താവ് കൊണ്ടുപോയ എല്ലാ മേഖലകളും സംസാരിക്കാനുള്ള സമയമുണ്ട്. അതിനായി കർത്താവിന്റെ ദാസന് വേണ്ടി ഞാൻ സമയം നൽകി തരികയാണ്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു ആന്റി. ആദ്യം തന്നെ ഞാൻ ഈ ജോയ്സ് ടിവിയോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ക്രിസ്തുവിൽ എൻ്റെ നിശ്ചിതമായ വന്ദനം അറിയിക്കുകയാണ്. ഈ ടിവിയിലൂടെ, ഈ ഒരു ചാനലിലൂടെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ജനത്തോട് കൈമാറ്റം ചെയ്യുവാൻ, ഈ സാക്ഷ്യത്തിലൂടെ ഒരു വ്യക്തിയെങ്കിലും ബലപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നോർത്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അവസരം എനിക്ക് തന്ന ഈ ആന്റിയോടും എല്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം ഞാൻ അറിയിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ പേര് പീറ്റർ ജോർജ് എന്നാണ്. ഞാനിപ്പോൾ ആഫ്രിക്കയിലായിരിക്കും. എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പുഴ ജില്ലയിൽ കരുമാടി എന്ന ഒരു കുട്ടനാടൻ ഗ്രാമമാണ്. എൻ്റെ ബാല്യം മുതൽ കർത്താവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയല്ല. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നെങ്കിലും എൻ്റെ ചാച്ചനും അമ്മച്ചിയും കർത്താവിൽ അധികമായി വിശ്വസിച്ചിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിക്കുവാനും
ബൈബിൾ വായിക്കാനും ഇതിനെല്ലാം ഞങ്ങൾ 5 മക്കളാവട്ടെ, ഞങ്ങൾ 5 പേരെ അവർ ട്രെയിൻ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ബാല്യത്തിലേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മച്ചി CSI പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ ഞങ്ങൾ 7:30 വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ ഒന്നും കഴിക്കാതാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഒന്നും കഴിക്കാതെ നേരെ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും. സൺഡേ സ്കൂൾ കഴിയുമ്പോൾ 9:30 ബാക്കി കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ പോകും. പക്ഷെ ഞങ്ങളെ വിടത്തില്ല. ഞങ്ങളെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ആരാധനയ്ക്ക് ഇരുത്തും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എന്നിട്ട് ഈ ആരാധന കഴിഞ്ഞിട്ട് ചാച്ചനും അമ്മയും ഞങ്ങളെ വീട്ടിൽ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ചർച്ചിൽ ആരെങ്കിലും രോഗികളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണോ വീട്ടിൽ വരുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ന് വൈകിട്ട് ആഹാരം തരുന്നൊരു സ്വഭാവം എൻ്റെ ചാച്ചനും അമ്മയ്ക്കും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ ഒരു ക്രിസ്ത്യ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അങ്ങനെ വളർന്നെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു മര്യാദ വിശ്വാസികളായി തന്നെ CSIയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അനുസരണമുള്ള ക്രിസ്ത്യതയിൽ തന്നെ ഞങ്ങൾ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ ആദ്യമായി കർത്താവിലേക്ക് തന്നെ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു IPC ചർച്ചുണ്ട്. ആ ചർച്ചിൽ ആ ജ്യേഷ്ഠൻ പോവുകയും ആരാധനയ്ക്ക് പോവുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പ്രീ-ഡിഗ്രി പഠനം കഴിഞ്ഞ് വീട്ടുകാരോട് പോലും പറയാതെ ഡൽഹിയിലുള്ള KT തോമാച്ചായൻ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡർ സിസ്റ്റർ പെർസിസ് ജോണിന്റെ പപ്പ നടത്തുന്ന ബൈബിൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും ദീർഘനാളുകൾ അദ്ദേഹം നോർത്ത് ഇന്ത്യ കർത്താവിന്റെ വേലപ്പെടുത്തൽ ഇപ്പോൾ ആയിരിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതും മൂവ് ചെയ്തതും. അങ്ങനെ ഞാൻ ആക്ച്വലി എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞു. അതിനുശേഷം പ്രീ-ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠനോട് കൂടെ ഒരു ജോലിയും പിന്നെ തുടർ പഠനം അങ്ങനെയുള്ള ബന്ധത്തിലാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. ഇപ്പൊ ഡൽഹിയിൽ ജ്യേഷ്ഠനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തോടുള്ള വാസമാണ് എന്നെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. അദ്ദേഹത്തോടൊത്ത് ഒന്നിച്ച് വസിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 19-20 വയസ്സിൽ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയാണ്. ഒരാഹാരം ജ്യേഷ്ഠൻ തരത്തില്ല. ആ ഉപവാസം ചിലപ്പോൾ 3 ദിവസമൊക്കെ ആയിരിക്കും ആ ഫാസ്റ്റ് നടക്കുന്നത്. അപ്പം അങ്ങനെ നിന്ന് ഈ രക്ഷാടനത്തിലേക്ക് വരാനും കർത്താവിന്റെ സ്നേഹത്തെ വ്യക്തമായി രുചിച്ചറിയാനും എനിക്ക് സാധിച്ച നാളുകളാണ് എൻ്റെ ഡൽഹി ജീവിതം. അങ്ങനെ ഓൾറെഡി ഡൽഹി വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ജോലി എനിക്ക് ലഭിച്ചു. ആ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവ് നൽകിയ നിയോഗം പോലെ ഗ്രാമങ്ങളിലും വില്ലേജുകളിലും ജുഗികളിലൊക്കെ ഈ ട്രാക്ട് കൊടുക്കുകയും അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. 2004 ആയപ്പോഴത്തേക്ക് കർത്താവിന്റെ ഹിതപ്രകാരം ദൈവം എനിക്ക് ഒരു നല്ല തുണയെ ഒരുക്കുവാനിടയായി. എൻ്റെ വൈഫിന്റെ പേര് ആശ എന്നാണ്. സത്യത്തിൽ ഇവിടെ മുതലാണ് എൻ്റെ ജീവിതത്തിന്റെ ടെസ്റ്റ് മണി ആരംഭിക്കുന്നത്. ആക്ച്വലി എൻ്റെ വൈഫ് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ എന്നോട് കാണേണ്ടതാണ്, നാട് വരെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം ഇല്ലാത്ത ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോഴത്തേക്കും ഈ ഇന്നത്തെ കാലത്തോട് പറയും സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ എന്നൊക്കെ പറയുമല്ലോ. ഈ പൗലോസിനെ ദൈവം സ്പർശിച്ച വിധങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പൊ എൻ്റെ വൈഫ് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അവളുടെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠനത്തിലായിരുന്ന സമയത്ത് ഒരു ദിവസം തൻ്റെ വീടിന്റെ അയൽവക്കത്ത് നടന്ന മർത്തോമക്കാരുടെ ഒരു പ്രാർത്ഥനയിൽ കോട്ടയത്തുള്ള ശക്തർ അഭിഷിക്തൻ ആ മീറ്റിംഗിൽ മെസ്സേജിന് വേണ്ടി വന്നു. അപ്പൊ അയൽവക്കത്തായതുകൊണ്ട് അവരെ വിളിച്ച് ആ മീറ്റിംഗ് കൂടാൻ വേണ്ടി എൻ്റെ വൈഫ് അവിടെ ചെന്നയാണ്. അപ്പം അതിനു മുൻപ് എൻ്റെ വൈഫിന്റെ കുടുംബത്തിൽ പരിചയപ്പെടുത്താൻ ഞാൻ വെച്ചു പൂജയും കുടുംബക്ഷേത്രവും ഇതെല്ലാം ഉള്ള ഒരു ഫാമിലിയാണ് എൻ്റെ വൈഫ് പാർത്തിരുന്നത്. അപ്പോൾ എല്ലാ ഈ ശബരിമല സീസണിൽ രാമായണ മാസം എന്ന് പറയുന്നതിന് അവര് ആ സമയത്ത് എല്ലാ ദിവസവും അവിടെ അച്ഛൻ രാമായണം വായിക്കാനും അങ്ങനെ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ വേറെ കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അവർ പറഞ്ഞറിയത്തുള്ളൂ. ഇതൊക്കെ അവർ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്.
അപ്പൊ അയൽവക്കത്തെ വീട്ടില് മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് അത് കാണുവാൻ, അപ്പൊ അവിടെ ജസ്റ്റ് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ പങ്കെടുക്കാൻ വേണ്ടി പോയി അന്ന് അവിടെ മെസ്സേജ് ചെയ്യാൻ വന്ന ആ അഭിഷിക്തൻ ഇവളുടെ ജീവിതത്തിൽ ആർക്കും അറിയാതെ ഇവളും ദൈവം മാത്രം അറിയുന്ന വിഷയങ്ങൾ അദ്ദേഹം ആത്മാവിനോട് പ്രവചിച്ചു പറഞ്ഞു. അതായത് ഒത്തിരി റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബത്തിനകത്ത് നിന്നും ഒത്തിരി റിജക്ഷൻ പല മേഖലകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിജക്ഷൻ അവൾ ആരോടും പറഞ്ഞിട്ടില്ല. അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ആ റിജക്ഷൻ വെച്ചിട്ട് ഒരു വ്യക്തിയോട് പറഞ്ഞു. പക്ഷേ ഈ അഭിഷിക്തൻ അവള് അനുഭവിച്ച റിജക്ഷൻ എല്ലാം കറക്റ്റായിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്കൊരു തോന്നലുണ്ടായി, എന്നെ ഇതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ വേണം. എൻ്റെ അച്ഛൻ അറിയുന്നതിനേക്കാൾ ഉപരി, എൻ്റെ അമ്മ അറിയുന്നതിനേക്കാൾ ഉപരി, എൻ്റെ സഹോദരങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരി എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ വേണം. അന്ന് ആ അഭിഷിക്തൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ കർത്താവ് അവളെ തൊട്ടു. അവൾ അഭിഷേകം പ്രാപിക്കാൻ ഇടയായി. ശ്രദ്ധിക്കണം, ഒരു പെന്തക്കോസ്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇതിനു മുൻപ് ഒരു സഭയിൽ ആരാധനയ്ക്ക് പോയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒറ്റ മീറ്റിംഗിൽ ദൈവം അവളെ തൊടുകയും അവൾ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുകയും അഭിഷേകം പ്രാപിച്ചു വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞത്, വീട്ടിൽ വന്ന ശേഷം അവളുടെ ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്ത് ഈ ദേവിമാരുടെയൊക്കെ ഫോട്ടോയും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവൾ വന്നപ്പോഴത്തേക്ക് തന്റെ മുറിയിൽ നിന്ന് ഇതെല്ലാം അവൾ എടുത്തു മാറ്റുകയോ ചെയ്ത. ആദ്യം ഇതെല്ലാം എടുത്തു മാറ്റി. അപ്പം ഇവളിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര വെപ്രാളമായി. ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റും എനിക്കറിയില്ല, വെപ്രാളമായി. അപ്പൊ അവരോർത്ത് എന്ത് പറ്റി കുഞ്ഞിന്, കാരണം അവൾ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റി, എന്താ ഇതിന്റെ റീസൺ എന്താണ്? അപ്പൊ അവരോർത്തത് ഇവക്ക് വല്ല ബാധ വല്ലതും കൂടിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റുന്നത്. അത് കഴിഞ്ഞ് അവിടെ മുറിക്കകത്ത് കുറെ സിനിമ നടന്മാരുടെ ഫോട്ടോസ്, നടിമാരുടെ ഫോട്ടോസ്, ഇതെല്ലാം എടുത്തു മാറ്റി. അവൾ വന്നുടനെ അവളുടെ മുറി അവൾ ശുദ്ധീകരിച്ചിട്ട് ഇതെല്ലാം എടുത്തു മാറ്റി. അവളെ സ്വീകരിച്ച യേശു അത് അവളുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയോ ചെയ്ത് ആ മുറിയെല്ലാം വൃത്തിയാക്കി. അവൾ അങ്ങനെ അന്ന് തൊട്ട് അവളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച് മുമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ പ്രപ്പോസൽ എനിക്ക് വരുമ്പോൾ ഇവളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവാഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയം, ഇത് വിശ്വാസത്തിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കുടുംബത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുടുംബത്തിൽ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിൽ ഒറ്റ വ്യക്തി ക്രിസ്ത്യാനി ആയിട്ടില്ല, പെന്തക്കോസ്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജീവിക്കുന്നവരാണ്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലും സ്വന്തമായ കുടുംബക്ഷേത്രത്തിലും അതെല്ലാം ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം ഇവിടെ പ്രായത്തിലുള്ള സഹോദരിമാർ, ഇവളെങ്ങാട്ട് മൂത്തവരും ഇളയവരും ഇവരുടെ കുടുംബത്തിലുണ്ട്. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹം നടക്കുവാൻ തുടങ്ങി. പക്ഷേ എൻ്റെ വൈഫിന്റെ വിവാഹം നടന്നില്ല. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഇവളും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ബന്ധുക്കളൊക്കെ എപ്പോഴും കളിയാക്കും, നീ ഇങ്ങനെ നടന്നു, നീ മാല ഊരി കമ്മല ഊരി ഇങ്ങനെ നടന്നു, നിനക്ക് പല ഓട്ടോക്കാരനോ അല്ല നിനക്ക് ആരെയും കിട്ടത്തില്ല, നോക്കൂ നിന്റെ ഇളയങ്ങൾ കല്യാണം കഴിച്ചു പോയി, നിന്റെ പ്രായമുള്ളത് കല്യാണം കഴിച്ചു പോയി, നീ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി റിജക്ഷൻസും ആ സമയം ബന്ധുക്കൾ പറയുന്നത്. കാരണം അവർക്കറിയില്ല, അവർക്ക് ഈ രക്ഷ എന്താണെന്നോ യേശു എന്താണെന്നോ ഈ സത്യം എന്താണെന്നോ അവർക്കറിയില്ല. അതുകൊണ്ട് അവർ അജ്ഞതയിൽ നിന്നും അപ്രകാരമൊക്കെ പറയാനിടയായി. പക്ഷെ അവൾ ദൈവസഭയിൽ വന്നിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ദൈവത്തോട് സംസാരിച്ചു, നിനക്ക് സുവിശേഷ വേലയോടുകൂടെ ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ നിനക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു ദൂത് ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയമായിരുന്നു എൻ്റെ പ്രപ്പോസലിൽ ചെല്ലുന്നത്. അപ്പൊ ആക്ച്വലി ഞാനും എൻ്റെ വൈഫിനെ കണ്ടിട്ടില്ല, അവൾ എന്നെയും കണ്ടിട്ടില്ല. ഞങ്ങൾ കാണാതെ വീട്ടുകാർ ഉറപ്പിച്ച ഒരു വിവാഹമാണ് ഞങ്ങളുടെ വിവാഹം. അങ്ങനെ കർത്താവിന്റെ കൃപയാണ് എൻ്റെ വിവാഹത്തോട് ചേർന്ന് അവളുടെ അച്ഛനും അമ്മയും അവളുടെ 2 ആങ്ങളമാരും 3 ആങ്ങളുടെ കുടുംബവും എല്ലാം ഈ രക്ഷയിലേക്ക് വരുവാനിടയായിത്തീർന്നു. അതൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു കുടുംബം മുഴുവൻ, എൻ്റെ വൈഫ് നിമിത്തം ഒരു കുടുംബം മുഴുവൻ വിശ്വാസത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു. വരിക മാത്രമല്ല, ഇന്ന് എൻ്റെ വൈഫിന്റെ ഫാദർ ശക്തനായ ഒരു പ്രവാചക ശുശ്രൂഷയിൽ കർത്താവിനാൽ കോട്ടയത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർ അദ്ദേഹത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നു, ഒരുപാട് പേർ അദ്ദേഹം ഗൈഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരുവന്റെ മേൽ
ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത വഴികളായിരിക്കും ദൈവം അവർക്ക് വേണ്ടി തുറക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ വിവാഹം 2004 മെയ്യില് കഴിയാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഡൽഹിക്ക് പോയി. എനിക്ക് ജോലി അവിടെ ആയിരുന്നു. ഞാൻ അവിടെ ജോലി ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനായിട്ട് വർക്ക് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ ചെന്നു. ഡൽഹി ചെന്ന് എൻ്റെ വൈഫിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇതിലേക്ക് മൂവ് ചെയ്യുക. വൈഫിന് ഓൾറെഡി ഹിന്ദി അറിയില്ല, ഡൽഹി ഹിന്ദിയാണ്. അപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഈ ട്രാക്ടറുകൾ ഒത്തിരി വീട്ടിൽ ഇവിടെ ട്രാക്ടറുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങും. അവിടെ ചന്തയൊക്കെ ഉണ്ട്, നമ്മൾ മണ്ടി എന്നാ പറയുന്നത്. ഈ മണ്ടിയിലേക്കൊക്കെ ഇറങ്ങും. ഈ ട്രാക്ടർ കൊണ്ട് എന്ത് ചെയ്യുന്നറിയുമോ? ട്രാക്ടർ കൊണ്ട് എല്ലാവരും കൊടുക്കും. അവർ തിരിച്ച് എന്താണോ പറയുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല. അവരെന്താണ് പറയുന്നത്, ഇവർക്ക് എന്താണ് അങ്ങോട്ട് പറയേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ ട്രാക്ടറൊക്കെ കൊടുക്കും. അങ്ങനൊരു ദാസം അവൾക്കുണ്ടായിരുന്നു. അപ്പൊ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ട്രാക്ടർ കൊടുക്കാൻ പോകും. കാരണം അന്നൊക്കെ ഭയങ്കര ദാഹമായിരുന്നു. ഈ ഇന്നത്തെ ഡൽഹിയുടെ സ്ഥിതി എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞത് 2005 ആ സമയത്ത് ഡൽഹിക്കാര് പറയുന്നത്. അന്നൊക്കെ ഭയങ്കര ദാഹമായിരുന്നു. നമുക്ക് ഒരു വ്യക്തിയെ എങ്കിലും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ പോയി ട്രാക്ടർ കൊടുക്കുകയും പലരും എൻ്റെ വൈഫ് ഞാൻ ട്രാക്ടർ കൊടുക്കാൻ പോകുന്നത് കണ്ടിട്ടൊക്കെ അവർ പല സാക്ഷ്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വർഷങ്ങളായി അവിടെ ഉള്ള പലരും ചെയ്യാത്ത കാര്യം. ഈ ഇന്നത്തെ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഡൽഹി എനിക്കറിയില്ല. അന്നത്തെ ഡൽഹി ഈ ജുഗി ഏരിയകൾ സത്യം പറഞ്ഞാല് വീടിന്റെ മുറ്റത്ത് തന്നെ ഈ ചാലാണ്, ഈ വേസ്റ്റ് വരുന്ന ചാല്. അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയും അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ കളിക്കുക അങ്ങനെ ചെയ്യുന്ന ഏരിയകളായിരുന്നു അന്നും. അവിടെയൊക്കെ ഇവളങ്ങ് പോകും, അവിടെയൊക്കെ പോയി ട്രാക്ടർ കൊടുക്കും. വൈകിട്ട് ഞാനും വന്നിട്ട് പോയി ട്രാക്ടർ കൊടുക്കും. ഭയങ്കര ദാഹമായിരുന്നു കർത്താവിന് കേട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ഡൽഹിയിൽ സുവിശേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലൊരു ജോലി കിട്ടുകയും ഞങ്ങൾ നാട്ടിലേക്ക് വരികയും ചെയ്തു. ഈ നാട്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു മിറക്കിൾ, ഒരു അത്ഭുതം എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ ചെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. ഈ പ്രഗ്നൻസിലേക്ക് എൻ്റെ വൈഫ് വന്നു. പ്രഗ്നന്റ് ആയെന്ന് ഞങ്ങൾ രാവിലെ അറിഞ്ഞു. പിറ്റേ ദിവസം അവൾക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. ഈ പ്രഗ്നൻസി അബോർട്ടായി പോകാനിടയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, അന്ന് ഡൽഹിയിലെ അംബൈ ഹോസ്പിറ്റലുണ്ട്, സായിബാബാദിലെ അംബൈ ഹോസ്പിറ്റൽ. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു വൈഫിന്റെ ഓവർക്ക് കംപ്ലൈന്റ് ആണ്. സ്കാനിങ് വെച്ചിട്ട് പറഞ്ഞു ഓവർ കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യരുത്. കുഞ്ഞിനെ നിങ്ങൾ ട്രൈ ചെയ്താലും പ്രഗ്നന്റ് ആകും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടത്തില്ല. ആ കുഞ്ഞ് ഓൾറെഡി മിസ്കാരേജ് പോകത്തുള്ളൂ. അങ്ങനെ ഡോക്ടർ പറയാനിടയായി. ഇത് കേട്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അറിയാലോ, കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ നാളുകളിൽ ദുഃഖകരമായ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ എപ്രകാരം വ്യക്തികൾ ദുഃഖിക്കും എന്നത് ഈ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചുള്ള എല്ലാവർക്കും മനസ്സിലാക്കും. ഞങ്ങളും അങ്ങനെ ദുഃഖിച്ചായിരുന്നു. അപ്പൊ അവള് ദൈവത്തോട് ചോദിച്ച കാര്യമുണ്ട്, കർത്താവേ, നീ മാത്രമാണ് ഏക സത്യം എന്ന് കണ്ടിട്ട് ഞാൻ അങ്ങയുടെ സ്ഥലത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും എന്നെ നിന്ദിക്കുന്നതാണ്, പരിഹസിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന ശേഷവും ഞങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലെ സഭ തകഴി IPC സഭയാണ് എൻ്റെ മാതൃസഭ. അപ്പൊ അവിടുത്തെ അഭിഷിക്തരും ഞങ്ങളുടെ വിഷയങ്ങൾ അറിയാം. ഒരു 21 days ഫാസ്റ്റ് നടന്ന സമയത്ത് ഞങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് നാട്ടില്. ആ സമയത്ത് കർത്താവിൽ പ്രസിദ്ധനായ ഒരു അഭിഷിക്തൻ ആ 21 days ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ വന്നു. അദ്ദേഹം വന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചർച്ചിൽ അന്ന് 3 ഫാമിലിക്ക് മക്കളില്ല. അപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പീറ്ററിനെ പോലെ നമുക്ക് പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ, എൻ്റെ വൈഫിനെയും മറ്റുള്ള ആ ഫാമിലി, കുഞ്ഞുങ്ങളുടെ ഫാമിലി, ഞങ്ങളെല്ലാം ഈ ദേവദാസ് എടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നു. അദ്ദേഹം ഞങ്ങളൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. എൻ്റെ വൈഫിന്റെ ശിരസിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞ ഒറ്റ കാര്യം, ഇവന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ കിടപ്പുണ്ട്, നീ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം ദൂത് പറഞ്ഞു. കാരണം ഒരു എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നോ ഞാൻ കൈകുറിച്ച് ഐഡിയ ഇല്ല, അല്ലെ എൻ്റെ സിന്റെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടുമില്ല. എൻ്റെ വൈഫും അതിനെക്കുറിച്ച് ബോധറായിട്ടില്ല. പക്ഷെ ആ പ്രവാചകൻ ആ ദിവസം പറഞ്ഞു, ഇവന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ കിടപ്പുണ്ട്, ചെക്ക് ചെയ്തിട്ട് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നും എന്നെ പോയി ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ആ പ്രഗ്നൻസി, ആ ഒരു ഫാസ്റ്റ് പ്രയറിൽ ഇപ്പൊ നോക്കണം, എൻ്റെ വൈഫിന്റെ കയ്യിൽ ഇന്നും അവൾക്കൊരു കുഞ്ഞ് ഉണ്ടാകത്തില്ല എന്ന്
ഡൽഹി ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊടുത്ത ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇന്നും എൻ്റെ വൈഫിന്റെ കയ്യിലുണ്ട്. ആമേൻ. എവിടെ അസാധ്യം എന്ന് ലോകം വിധി എഴുതുമോ അവിടെ ദൈവത്തിന്റെ സാധ്യതകളുടെ കലവറകൾ തുറക്കുകയാണ്. ഇന്ന് പകലും ഈ സാക്ഷ്യത്തിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോക വൈദ്യന്മാർ നിങ്ങളുടെ തന്ന അസാധ്യങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ആ റിപ്പോർട്ടുകൾ വലിച്ചു കയറാൻ തയ്യാറായിക്കൊള്ളുക. സാധ്യമാക്കുന്ന ഒരു യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലും ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. കുഞ്ഞുങ്ങൾ, എൻ്റെ വൈഫിന്റെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും പുറത്തു വരികയില്ലെന്ന് വൈദ്യന്മാര് വിധി എഴുതിയ സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട 3 ആൺ തലമുറകളെ സ്വർഗം ഞങ്ങൾക്ക് ദാനമായി തന്നു. ആ ആൺ തലമുറ സുന്ദരന്മാരായ നല്ല ആൺ തലമുറ ഞങ്ങൾ തന്നു. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കരുത്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വൈഫോ ഉണ്ടെങ്കിൽ ഒന്ന് കരം കൊടുത്ത് അവരോട് പറഞ്ഞുകൊള്ളുക, ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല. കാരണം ഈ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ തന്നെ അത് അസാധ്യമെന്ന് നമ്മുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ നമ്മെ നോക്കി പറയുന്ന ശക്തികൾ തമ്മിൽ അതൊരു വിജയമായിട്ട് മാറുവാൻ ഇടയായിത്തീരും. സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്: നാവിന്റെ അധികാരത്തിൽ തന്നെ ജീവനും മരണവും ഇരിക്കണം. ഇന്ന് പകൽ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ വ്യാപരിക്കുന്ന ആ നെഗറ്റീവ് എനർജിയെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ, ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മിലേക്ക് ഡിക്ലെയർ ചെയ്യാൻ ഇടയാവുക. അതിൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാകും. അപ്പൊ ഇപ്രകാരം ആ ദൈവനാമം പ്രവചിക്കാനിടയായി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടി. അന്ന് തൊട്ട് ഞാൻ ആ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കും. പറയും, എനിക്കൊരു ആൺ തലമുറ തന്നെ വേണ്ട, എനിക്കൊരു ആൺ തലമുറയെ വേണ്ട. കർത്താവിന്റെ കൃപയാൽ ദൈവം എനിക്കൊരു ആൺ തലമുറയെ ആദ്യമായി തന്നു. അതിനുശേഷം 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾ കർത്താവ് ദാനമായി തരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ നാട്ടിൽ വന്ന് ഞാൻ ജോലി ചെയ്തു. ആ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ ലിവിംഗ് ക്രൈസ്റ്റ് ഇന്റർനാഷണൽ പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന പേരിൽ ഒരു മിനിസ്ട്രിയും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ സംഗീത ലോകത്ത് അന്ന് ഈ വർഷിപ്പ് ടീം ഒന്നും ഇത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സമയമല്ല. കോട്ടയത്ത് ഞങ്ങൾ ലിവിംഗ് ക്രൈസ്റ്റ് വോയിസ് എന്ന പേരിൽ ഒരു മ്യൂസിക് ടീം സ്ഥാപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ എൻ്റെ ജോലിയോടുകൂടെ മുന്നോട്ട് ഞങ്ങൾ ചെയ്തു വരികയാണ്. അപ്പോൾ തന്നെ ഈ യൂത്തിന്റെ ഇടയിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങി. അറിയില്ല, പെട്ടെന്നായിരുന്നു മിനിസ്ട്രിയിൽ ദൈവം ഞങ്ങളെ വളർത്തുവാനിടയായത്. ഒരുപാട് ബന്ധങ്ങൾ ദൈവം തരാനിടയായി. ഒരുപാട് ഫ്രണ്ട്സുകൾ, മിനിസ്ട്രിപരമായ ഒരുപാട് ഫ്രണ്ട്സുകൾ ദൈവം തരാനിടയായി. എൻ്റെ വീട്ടിൽ തന്നെ എന്നോടൊപ്പം തന്നെ ഒരു 8 അഭിഷിക്തന്മാർ തന്നെ താമസിച്ചു പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വേഗത്തിൽ കർത്താവ് ഒരുക്കി തരാൻ ഇടയായി. അവരുടെ സാമ്പത്തികമായിട്ടും നല്ല നിലയിൽ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാമ്പത്തികമായിട്ടും ദൈവം നടത്തുവാൻ ഇടയായിത്തീർന്നു. ഇതൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു അത്ഭുതമേ പറയാൻ പറ്റത്തുള്ളൂ. അത് കണക്കായിരുന്നു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഓരോ ഉയർച്ചയും ഇത് കണക്കായിരുന്നു. 2014 ആയപ്പോഴത്തേക്ക് കോട്ടയത്ത് ഒരു ചർച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിടയായിത്തീർന്നു. ലിവിംഗ് ക്രൈസ്റ്റ് ഇന്റർനാഷണൽ പ്രൊഫറ്റിക് ചർച്ച് എന്ന പേരിൽ ഒരു ചർച്ച ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിടയായിത്തീർന്നു. 2015 ജനുവരി മാസം കർത്താവ് പാഷയിൽ വെച്ച് കോട്ടയം തിരുനക്കര മൈതാനത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ക്രൂസൈഡ് ഞങ്ങൾ ചെയ്യാനിടയായി. ഈ ക്രൂസൈഡിന് ശേഷം ചർച്ചിന്റെ ഗ്രോത്ത് വളരെ വർദ്ധിക്കാനിടയായി. ചർച്ച് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്യാനിടയായി. അങ്ങനെ ചർച്ച് ഗ്രോത്ത് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ 2016 ജൂൺ മാസമായപ്പോൾ എൻ്റെ ശരീരത്തിൽ ലെഫ്റ്റ് ചെസ്റ്റിനോട് ചേർന്ന് ഒരു ചെറിയ സ്വെല്ലിങ് എനിക്ക് കാണുവാനിടയായിട്ടുണ്ട്. ഒരു ചെറിയ മുഴ കാണാനിടയായി. അപ്പം ഈ മുഴ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കോട്ടയം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുത്തെ ഫിസിഷ്യനായ കുര്യൻ സേവ്യറിനെ കാണിക്കുകയും ചെയ്തു. തൻ്റെ നിർദ്ദേശപ്രകാരം സർജനായിരിക്കുന്ന ഡോക്ടർ കിരണിനെ കാണിച്ചു. അദ്ദേഹം കുറെ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവസാനം അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിൽ എനിക്ക് ക്യാൻസറാണ്. ഓർക്കണം,
സുവിശേഷ ചർച്ച് തുടങ്ങിയിട്ട് 1 വർഷമായുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചർച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഗ്രോത്തിലേക്ക് വരികയാണ്. ഫിനാൻഷ്യലായിട്ടും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഒരു നല്ല ഗ്രോത്ത് നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കോട്ടയത്തെ ഏറ്റവും നല്ല സ്കൂളായ ലൂർദ് സ്കൂളിലാണ് എൻ്റെ 2 ആൺമക്കൾ പഠിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ ഇളയ മോൻ ഉണ്ടായിട്ടേ ഉള്ളൂ. അവൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. മൂത്ത 2 കുഞ്ഞുങ്ങളും കോട്ടയം ലൂർദ് സ്കൂളിൽ പഠിക്കുന്നു. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെ പാർക്കുന്നു. എൻ്റെ സ്വിഫ്റ്റ് ഡിസയർ വാഹനം വന്ന് എനിക്കുണ്ട്. എൻ്റെ കൂടെ നിൽക്കാൻ 8-9 അഭിഷിക്തന്മാർ കൂടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചുണ്ട്. ഈ ഒരു നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ 2016 ഏപ്രിൽ മാസം എൻ്റെ ശരീരത്തിൽ ക്യാൻസർ കണ്ടുപിടിക്കാനിടയായി. അതിനുശേഷം ട്രിവാൻഡ്രം RCCയിലേക്ക് ഞങ്ങൾ പോവുകയും RCCയിലെ പല ചെക്കപ്പും അവർ ചെയ്യുന്ന പല ചെക്കപ്പും പല കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ക്യാൻസർ അതിൻ്റെ 4th സ്റ്റേജിൽ ആണെന്നും ഡോക്ടർമാർ പറയാനിടയായി തീർന്നു. നിങ്ങൾ നോക്കുക, ഒരു കുടുംബജീവിതം ആരംഭിച്ചു. 3 കുഞ്ഞുങ്ങൾ. ഇളയ കുഞ്ഞ് ഏറ്റവും ചെറുതാണ്. അവനന്ന് ജനിച്ചിട്ടേ ഉള്ളൂ. ജനിച്ചു കഴിഞ്ഞുള്ളൂ. 6 മാസം പോലും ആയില്ല. ജനിച്ചു കഴിഞ്ഞുള്ളൂ. എൻ്റെ വൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവൾ എങ്ങനെയാണ് ഏത് ബാക്ക്ഗ്രൗണ്ട് വിശ്വാസത്തിലേക്ക് വന്നെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ക്യാൻസർ എന്ന രോഗം ആണെന്ന് അറിഞ്ഞപ്പോൾ ചുറ്റുപാടിൽ നിന്നും അവളുടെ ബന്ധുക്കളിൽ നിന്നെല്ലാം ഒത്തിരി നിന്നാ വാക്കുകൾ കേൾക്കേണ്ട അനുഭവം ജീത്ത് വരാനിടയായിത്തീർന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളിപ്പോൾ ട്രാക്കിൽ നിന്നതേ ഉള്ളൂ, ഓടി തുടങ്ങിയിട്ടില്ല. ഒരുപാട് ദൂരം ഇനിയും ഓടുവാനുണ്ട്. അതുകൊണ്ട് ഈ അനർത്ഥം ഒന്നും വ്യസനത്തിന് കാരണമായി തീർക്കാതെ വണ്ണം വിടിവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ അനർത്ഥങ്ങൾ വ്യസനമായി തീരുമെന്ന് കരുതി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്ത് ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ കൈവിടാതെ, നിങ്ങളെ ഉപേക്ഷിക്കാതെ ചേർത്തു നിർത്തുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേര് യേശു എന്ന്. ഇത് ഞാൻ വേറൊരാളുടെ സാക്ഷ്യം കേട്ട് പറയുന്ന കാര്യമല്ല സഹോദരങ്ങളെ. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ ഗതസമന കടന്നു വരാം. ഈ ഗതസമന കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ചോദിക്കാം, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഈ ഗതസമന കടന്നു വന്നേ? ഞാൻ സ്നേഹിക്കുന്ന ഒരു പത്രോസ് ഇല്ലേ എനിക്ക്? ഞാൻ സ്നേഹിച്ച ഒരു യോഹന്നാൻ എനിക്കില്ലേ? ഞാൻ കരുതിയ ഒരു യാക്കോബ് എനിക്കില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതസമന കടന്നു വരുന്നത്? ഞാൻ ഒന്ന് പറയാൻ ദൈവമക്കളെ, ഗതസമന കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണത്. ആ ഗതസമനക്കകത്ത് പിറുപിറുക്കാതെ, ആ ഗതസമനക്കകത്ത് ആ പദം പറയാതെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ചലിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു വ്യക്തിയുടെ മുൻപിലും തല കുനിക്കാൻ അനുവദിക്കാതെ നമ്മെ മാനിക്കുന്ന ഒരു യേശുവുണ്ട്. എന്റെ ലൈഫിലും ഇപ്രകാരം ഈ ക്യാൻസർ കടന്നു വന്നു. ആക്ച്വലി എൻ്റെ പിതാവിന് അറിയത്തില്ല, എൻ്റെ മാതാവിന് അറിയത്തില്ല, എൻ്റെ ഭാര്യാപിതാവിന് അറിയത്തില്ല, ഭാര്യാമാതാവിന് അറിയത്തില്ല. അറിയാവുന്ന എനിക്കും എൻ്റെ ജ്യേഷ്ഠന്മാർക്കും എൻ്റെ അളിയനും വൈഫിനും മാത്രം. ഞങ്ങൾക്ക് ഇത്ര പേർക്ക് എനിക്ക് ക്യാൻസർ എന്ന് അറിയത്തുള്ളൂ. സഭയിൽ പോലും ഒരാളോടും ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്യാൻസർ എന്നുള്ളത് പറഞ്ഞില്ല. അതിനുശേഷം ട്രിവാൻഡ്രത്ത് പോവുക, RCC ഹോസ്പിറ്റലിൽ പോവുക, ഓരോ ചെക്കപ്പ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. അങ്ങനെ കുറച്ച് മാസം പോയപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ക്യാൻസർ എന്ന രോഗം വന്നു കഴിയുമ്പോൾ സത്യത്തിൽ ഈ ട്രീറ്റ്മെന്റിനുള്ള ബന്ധത്തിൽ ഒത്തിരി സാമ്പത്തികം അതിനുവേണ്ടി ചെലവഴിക്കാനായിട്ടുണ്ട്. അത് വന്നിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം അതിനെക്കുറിച്ച്. അപ്പൊ അങ്ങനെ ഒത്തിരി സാമ്പത്തികമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മുടെ കരുതലെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഡോക്ടർമാർ പറഞ്ഞു, പീറ്റർ ഒരു കാര്യം ചെയ്യണം, ഇത് എൻ്റെ റിബിലായിരുന്നു, ഈ ലെഫ്റ്റ് സൈഡിലെ റിബിലാണ് എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നത്. ഡോക്ടർ പീറ്റർ ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ രക്ഷയുള്ളൂ, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കീമോ ചെയ്യാം, എന്നിട്ട് നമുക്ക് റേഡിയേഷൻ ചെയ്യാം, പിന്നെ ട്രീറ്റ്മെന്റായിട്ട് പോകാം. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തൽക്കാലം ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഒരു വീട് എടുക്കാൻ പറഞ്ഞു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞാലും നിങ്ങൾ കുറേ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, കീമോ റേഡിയേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും വീട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നു. കർത്തന്റെ അഭിഷിക്തനാൽ നടത്തപ്പെടുന്ന ഒരു ഹോസ്റ്റൽ ശ്രീകാര്യത്തുണ്ട്.
വർഗീസ് പാഷ, ആ ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ജൂൺ മാസം 2016 ജൂൺ മാസം 3-ാം തീയതി എന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ എന്നെ തയ്യാറാക്കി. അങ്ങനെ ഓപ്പറേഷന്റെ ദിവസം ഏകദേശം നീണ്ട 9 മണിക്കൂറിന് മുകളിൽ നീണ്ടു നിന്ന ഓപ്പറേഷന് ശേഷം എന്റെ 3 റിബ് അവർ റിമൂവ് ചെയ്ത് മാറ്റി. 3 റിബ് റിമൂവ് ചെയ്ത് മാറ്റിയ ശേഷം ഞാൻ ഐസിയുലേക്ക് വന്നു. പക്ഷെ ഐസിയുവിൽ വന്നതിന്റെ 3-ാമത്തെ 4-ാമത്തെ ദിവസം എനിക്ക് ന്യൂമോണിയ പിടിച്ചു. എന്റെ ശരീരത്തിൽ സാച്ചുറേഷന്റെ അളവ് ഒത്തിരി കുറഞ്ഞു, ഓക്സിജന്റെ അളവ് കുറഞ്ഞു. എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ചാച്ചൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എന്റെ അമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്, എന്റെ ഭാര്യ പിതാവ് മാതാവ് ഇവരൊക്കെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. പക്ഷേ അവർക്കെല്ലാം കടന്നു വരാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്റെ വെന്റിലേറ്ററിന്റെ മുൻപിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അനുവാദമില്ലാതെ ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. ഒന്ന് ഞാൻ പറയാം, നമ്മൾ ഈ ലോക മനുഷ്യരിൽ ആരിൽ ആശ്രയിച്ചാലും അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറം ആർക്കും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മെ ബലപ്പെടുത്തുവാനോ നമ്മെ ആശ്വസിപ്പിക്കുവാനോ നമ്മെ കരത്തിന് പിടിക്കാനോ കഴിയുകയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, യഹൂദന്മാരെ പേടിച്ച് വീട്ടിനകത്തിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഒരു വാതിൽ പോലും തുറക്കാതെ യേശു കടന്നു വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. സുബോധം പോലും ഇല്ലാതെ ബോധം നഷ്ടപ്പെട്ടവനായി വെന്റിലേറ്ററിൽ കിടന്ന എന്റെ അരികിലേക്ക് എന്റെ കർത്താവ് എത്തി എന്റെ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റി. എനിക്കറിയില്ല ആ ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ വിശ്വസ്തതയെ, ആ ദൈവത്തിന്റെ കരുതലിനെ എങ്ങനെ അത് പ്രദർശിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചിലപ്പോഴൊക്കെ ഈ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്, വല്ലപ്പോഴൊക്കെ ഒന്ന് ഐസിയിലൊക്കെ കയറി ഇറങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. വല്ലപ്പോഴൊക്കെ പറ്റുമെങ്കിൽ ഈ വെന്റിലേറ്ററിൽ കയറി ഇറങ്ങുന്നത് നല്ലതാണ്. മറ്റൊന്നും കൊണ്ടല്ലെന്നും ദൈവത്തിന്റെ കരുതലൊക്കെ ഒന്ന് അനുഭവിക്കാൻ അതൊക്കെ ഏറ്റവും നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ശ്വസിക്കാൻ വായു തന്നില്ലേ, അതിന് ദൈവത്തിന് നന്ദി പറയണം. കാരണം കൃത്രിമ ശ്വാസമാണ് ഈ വെന്റിലേറ്റർ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ശ്വസിച്ചോണ്ട് ആ ജീവൻ നിലനിർത്തേണ്ടി വന്നേ. അങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാവരും ദൈവം ദാനമായി തന്ന ഈ വായു ശ്വസിച്ചല്ലേ ജീവിക്കുന്നേ. എന്നിട്ട് എത്ര പേര് കർത്താവിന് നന്ദി പറയാറുണ്ട്. ഒന്ന് അതരം ചലിപ്പിച്ച് അവന് നന്ദി പറ ദൈവമക്കളെ. ആ ദൈവത്തിന്റെ സ്നേഹത്തിന് അവന് നന്ദി പറ. എന്റെ ലൈഫിൽ ഈ വെന്റിലേറ്ററിലേക്ക് പോയ സമയം ഡോക്ടർമാര് എന്റെ സഹോദരങ്ങളെയും എന്റെ വൈഫിനെയും എല്ലാം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഞങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇതിനു മുൻപ് ഒരു സംഭവം നടന്നത് ഞാൻ പറഞ്ഞില്ല, എന്റെ ജ്യേഷ്ഠൻ അദ്ദേഹമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്. അദ്ദേഹം എല്ലാം ഈ ഓപ്പറേഷൻ എത്തിയായിരുന്നു. അപ്പൊ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ഐസിയിലേക്ക് മാറ്റിയപ്പോ എന്റെ ഓപ്പറേഷൻ ചെയ്തെടുത്ത ആ കാര്യങ്ങൾ കാണിക്കാൻ 2 പേർക്ക് അകത്തേക്ക് കയറാന്ന് പറഞ്ഞു. ഡോക്ടർ 2 പേര് അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്റെ വൈഫ് ഓടി കയറി അകത്ത്. ആദ്യം അവള് കയറി. രണ്ടാമത് എന്റെ മൂത്ത ജ്യേഷ്ഠനാണ് കയറിയത്. മൂത്ത ജ്യേഷ്ഠനും വൈഫും കൂടെ ചെന്നു ഡോക്ടർ എന്നിൽ നിന്ന് മുറിച്ചെടുത്ത ഈ ക്യാൻസർ ടിഷ്യൂവും ഈ റിബും എന്റെ രോഗത്തിന്റെ കാര്യമൊക്കെ വിശദീകരിച്ചപ്പോ എന്റെ ജ്യേഷ്ഠൻ അവിടെ തലയിറങ്ങിയിരുന്നു. അദ്ദേഹത്തെ അവിടെ ട്രിപ്പ് ഇട്ട് കൊടുത്തിടേണ്ട വന്നു. കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നു എന്റെ ആ രോഗത്തിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ജ്യേഷ്ഠൻ തലയിറങ്ങി വീണു. വൈഫിനെ ബോൾഡായിട്ട് നിന്നു. ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ ഉള്ള കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈ രോഗം കണ്ടുപിടിച്ച സമയം തന്നെ എന്റെ ആത്മീയ പിതാവായിരിക്കുന്ന ചെന്നൈയിലുള്ള ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന ആ മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന ഡോക്ടർ എസ്.കെ. ഫ്രാൻസ് ആണ് എന്റെ സ്പിരിച്വൽ ഫാദർ. അപ്പം അവിടെ നിന്ന് സുധാക്ക, അലക്സമ്മൻ ഇവരെല്ലാം എന്റെ വൈഫിനെ എപ്പോഴും വിളിക്കുമായിരുന്നു. അവളെ വിളിച്ചിട്ട് എപ്പോഴും സ്ട്രെങ്ത് ചെയ്യും. അവളോട് പറഞ്ഞൊരു കാര്യം, പക്ഷേ വരുന്നവരെല്ലാം പീറ്ററിന്റെ കാര്യം തിരക്കും, വരുന്നവരൊക്കെ പീറ്ററിന്റെ രോഗത്തെ തിരക്കും, പീറ്ററിനെ എല്ലാവരും ആശ്വസിപ്പിക്കും. പക്ഷേ നിന്റെ മനസ്സ് കാണാനോ അല്ല നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല. അപ്പൊ ആ സമയം നീ സ്വയമായിട്ട് ബോൾഡ് ആയിക്കോളും എന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞ് എന്റെ വൈഫിനെ അവർ ഉറപ്പിക്കാൻ ഇടയായി.
അതുകൊണ്ട് വൈഫ് ആദ്യം മുതൽ തന്നെ ബോൾഡായിരുന്നു. ഈ വെന്റിലേറ്ററിൽ കിടന്ന സമയം ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഞങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഞാൻ ഒന്നും പറയട്ടെ മക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന്? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോ? ആ പ്രതീക്ഷയില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് പുതിയ തുടക്കങ്ങളുടെ ആരംഭങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, പ്രതീക്ഷയില്ലെന്ന് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു തന്നെ പറയാം, പുതിയ തുടക്കങ്ങളുടെ ആരംഭം നിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞ പ്രതീക്ഷയില്ല. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കോട്ടയത്തും എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലെല്ലാം ഞാൻ ഓൾറെഡി മരണപ്പെടാൻ പോവുകയാണ്, ഞാൻ മരിച്ചു, എന്റെ ഡെഡ് ബോഡി കോട്ടയത്തേക്ക് വരികയാണ് എന്നുവരെ പറഞ്ഞു പലരും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഈ രോഗത്തിനൊക്കെ മുക്തി പ്രാപിച്ച് മീറ്റിങ്ങിനൊക്കെ നാട്ടിൽ പോയ സമയത്ത് ഓരോ ചർച്ചിൽ ചെന്നപ്പോഴത്തേക്ക് ആ പാഷനെ പരിചയപ്പെടുത്തും പറഞ്ഞ ടെസ്റ്റ് മണി പറഞ്ഞു. ഒരിക്കൽ ഞാൻ കോട്ടയം പരുത്തുംപാറയിലുള്ള ഒരു ചർച്ചിൽ എന്നെ മീറ്റിങ്ങിൽ ക്ഷണിച്ചു. ഞാൻ ആ മീറ്റിങ്ങിൽ ചെന്നപ്പോ ആ പാഷനോട് പറഞ്ഞൊരു കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം, വീട്ടുവാഷാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ളത്. ഇന്നലത്തെ ഈ പാഷ് കോട്ടയത്ത് നിന്ന് പാലയ്ക്ക് പോയ വഴിക്ക് കിടങ്ങൂർ എന്ന സ്ഥലത്ത് വെച്ച് ചായ കുടിക്കാൻ ഒരു കടയെ നിർത്തിയപ്പോ അദ്ദേഹം അവിടെ വേറെ പാഷ ഇപ്പോഴാണ് ആ പാഷ ഈ പാഷോട് പറഞ്ഞു, ജിനോഷ് പാഷ അറിഞ്ഞു നമ്മുടെ പീറ്റർ ജോർജ് പാഷ മരിച്ചുപോയി എന്ന് ഈ ജിനോഷ് പാഷോട് പറഞ്ഞു. അദ്ദേഹം ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മരിച്ചു പോയത് ഞാൻ കേട്ട പീറ്റർ ജോർജ് പാഷാണ് ഇന്ന് നമ്മുടെ സഭയിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് കാട്ടുതീ പോലെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത എല്ലായിടത്തും പരന്നു. എല്ലാവരുടെ അടുക്കിലേക്ക് അത് എത്തുവാനിടയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ദൈവമക്കളെ, ഈ ഗതസമന എന്നൊരു അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. എന്റെ ലൈഫിൽ ഈ ക്യാൻസർ രോഗം വന്ന സമയത്ത് ഞാൻ കടന്നുപോയ ഒരു അവസ്ഥയായി ഗതസമന എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എന്നോട് കൂടെ ഒരുപാട് അഭിഷിക്തന്മാരുണ്ടായിരുന്നു. സാമ്പത്തികം ഉള്ളപ്പോൾ എന്നോട് ചേർന്ന് നിന്ന ഒരുപാട് അഭിഷിക്തന്മാർ, ഒരുപാട് ജനമുണ്ടായിരുന്നു. ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ രോഗം വന്നപ്പോൾ കൂടെ നിൽക്കാൻ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? രോഗം വന്നപ്പോ കൂടെ നിൽക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. യേശുവിന്റെ കൂടെ അപ്പം തിന്നുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ ജനങ്ങളുടെ കൂട്ടമാരും ഉണ്ടായിരുന്നത്. 12 ശിഷ്യന്മാരിൽ നിന്നും ഒരു ഇന്നർ സർക്കിളായിട്ട് യേശു 3 പേരെ കൂടെ കൂട്ടിയായിരുന്നു. എവിടെ പോയാലും ഈ 3 പേര് യേശു കൂടെ പോകും. പക്ഷേ ഗതസമനയിൽ ഒരു നാഴിക ഒന്നുണർന്നിന്ന് പ്രാർത്ഥിക്കാമെന്ന് നാഥൻ ചോദിച്ചിട്ട് ഗതസമനെ പോയി വിയർപ്പ് തുള്ളികൾ പോലെ വ്യക്തമായി തീരത്തക്ക വണ്ണമുള്ള പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയവർ ഉറങ്ങുന്ന കാഴ്ചയെ കണ്ട. ഇതൊരു ഗതസമനയാണ്. ആരൊക്കെ കൂടെ കാണും, എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് നമ്മെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ഒരു ഗതസമനയുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ ഈ ഗതസമന നല്ലവണ്ണം അനുഭവിച്ചതാണ്. ഒറ്റപ്പെടൽ നല്ലവണ്ണം അനുഭവിച്ചു. റിജക്ഷൻ നല്ലവണ്ണം അനുഭവിച്ചു. ഇതൊക്കെ അനുഭവിച്ചപ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട്, ആരൊക്കെ അകറ്റി നിർത്തിയാലും അകറ്റി നിർത്താതെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരപ്പന്റെ സ്നേഹം എനിക്ക് ശക്തമായിട്ട് അനുഭവിച്ചറിയാൻ ഇടയായി തീർന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ ആ വെന്റിലേറ്ററിനകത്ത് ഞാൻ കിടക്കുന്നു. എന്റെ സഹോദരങ്ങൾ, എന്റെ ഭാര്യ, എല്ലാവരും, എന്റെ അളിയൻ, എല്ലാവരും എന്റെ വെന്റിലേറ്ററിന്റെ പുറത്തുണ്ട്. എന്തു വാർത്ത പുറത്തേക്ക് വരും എന്നറിയാതെ എല്ലാവരും ആ വിഷമിച്ച് നിൽക്കുന്ന സമയം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പൊയ്ക്കൊണ്ടിരുന്ന ജീവശ്വാസത്തെ എന്നിലേക്ക് മടക്കി തന്ന് എന്റെ വെന്റിലേറ്ററിലേക്ക് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി. അങ്ങനെ നീണ്ട 13 ദിവസങ്ങൾ, എനിക്കൊന്ന് 3-4 ദിവസമൊക്കെ വെന്റിലേറ്ററിനകത്ത് ഒരാളെ വെക്കാൻ പറ്റത്തുള്ളൂ, കിടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നി. എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽ. പക്ഷെ നീണ്ട 13 ദിവസങ്ങൾക്ക് ശേഷം
വെന്റിലേറ്ററിനകത്തുനിന്ന് ദൈവനെ പുറത്തിറക്കി പെട്ടെന്ന് പിന്നീടുള്ള എന്റെ സൗഖ്യത്തിന്റെ സ്റ്റെപ്പുകൾ അത് വേഗത്തിലായിരുന്നു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ വർഗീസ് പാസ്റ്ററെ ആ ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാംരാജ് എന്നൊരു ഡോക്ടറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. ഞാൻ അതിലേക്ക് പറയാൻ വിട്ടുപോയി. RCC ഹോസ്പിറ്റലിൽ എന്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ബോൺമാരോ ടെസ്റ്റ് ഒക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ബോൺമാരോ ടെസ്റ്റ് അല്ലെ? നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊക്കെ. സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഈ ക്യാൻസർ വരുന്നത് വരെ ഞാൻ വേദന അറിഞ്ഞിട്ടില്ല. ഞാൻ വേദന അറിഞ്ഞിട്ടില്ല. ഈ ബോൺമാരോ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പം ഈ വളച്ച് കിടത്തിയിട്ട് ഈ നമ്മുടെ നാട്ടിലെ ചാക്കുസൂചി പോലത്തെ സൂചിയാ അതിങ്ങനെ എന്റെ നട്ടലിലേക്ക് കുത്തി ഇറക്കി ഇങ്ങനെ റാ പോലെ വളച്ച് കിടത്തി. മരപ്പിച്ചു പോലുമില്ല. റാ പോലെ വളച്ച് കിടത്തിയിട്ട് ഈ സൂചി അങ്ങോട്ട് കുത്തിയിട്ട് ഞാൻ ഡ്രില്ല് ചെയ്ത് അകത്തോട്ട് ഗേറ്റ് ചെയ്യാം. അപ്പൊ ഈ നമ്മുടെ അസ്ഥി ഈ ഇത് പറയട്ടെ പൊടിഞ്ഞു പോകുന്ന ആ സ്മെല്ല് പുറത്തു വരും. നമുക്കറിയാം ഭിത്തിയിലേക്ക് ഒരു ഡ്രില്ലിംഗ് മെഷീൻ കയറ്റി ഡ്രില്ല് ചെയ്യുന്ന പോലെ. അപ്പം ഇത് എന്നെ ഈ ബോൺമാരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ വൈഫും എന്റെ ജ്യേഷ്ഠനുമാണ് അടുത്തുള്ളത്. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞ ആശ നീ നിൽക്കണ്ട, എന്റെ വൈഫിന്റെ ഒരു ആശയാണ്, ആശ നീ നിൽക്കണ്ട, നീ മാറിക്കും, ഞാൻ കൂടെ നിന്നോളാം. കാരണം ഇത് കാണാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ആശ കൂടെ പറഞ്ഞിട്ട് ജ്യേഷ്ഠനോട് നിന്നു. എന്നോട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഈ ബോൺമാരോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു സാധാ ബെഡിൽ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലില്ല, ഞാനൊരു സാധാ ബെഡിൽ ഇങ്ങനെ കിടക്കുക. എന്നോട് പറഞ്ഞ് റാ പോലെ കിടന്നു, മുട്ട് കഴുത്തിനോട് വർത്തൊക്കെ വന്നു, അങ്ങനെ റാ പോലെ കിടക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ റാ പോലെ കിടക്കുക. കിടന്നപ്പോഴത്തേക്ക് ഡോക്ടർമാര് ഈ സൂചി കൊണ്ട് കുത്തി. ഞാൻ പൊളഞ്ഞു. പെട്ടെന്ന് എന്റെ ജ്യേഷ്ഠൻ അവിടുന്ന് ഓടിപ്പോയി. അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല, അദ്ദേഹം അവിടെ ഓടിപ്പോയി. പെട്ടെന്ന് വൈഫ് ഓടി എന്ന് പറഞ്ഞു, സാറെ പതുക്കെ അതിന് വേറെ എടുക്കും, പതുക്കെ എന്തായാലും മരപ്പിക്കാമോ? മരപ്പിച്ച് എന്റെ വൈഫ് പറയുന്നുണ്ട്. പക്ഷെ അവർ മരപ്പിച്ചാലും കാരണം മരപ്പിക്കാൻ വേണ്ടി എല്ലിൽ എന്ത് ചെയ്യണം? ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പോഴൊരു വേല എടുക്കും. അപ്പൊ അതിനെക്കാട്ട് നല്ലത് ഇത് ഒന്നീ ഒറ്റ വേല എടുത്താൽ പോരെ. അതുകൊണ്ട് അവർ കുത്തി ഇറക്കി. ആ കുത്തി ഇറക്കി സത്യം പറഞ്ഞാൽ ആ വേദനയൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവം നമ്മെ കടത്തിവിടുന്ന ഓരോ അനുഭവങ്ങൾ അതല്ല. നമ്മുടെ ലൈഫിൽ വേദനയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതൊക്കെ ദൈവത്തിന്റെ ഓരോ പരീക്ഷണശാലകളാണ്. ദൈവം കൈവിട്ടത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. നാളെ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ നമ്മിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ ഈ ദിവസങ്ങളിൽ നമ്മെ ഇങ്ങനെയുള്ള പരീക്ഷണശാലകളിലൂടെ ദൈവം കടത്തിവിടുന്നു. ഒന്ന് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കടന്നു പോകുന്ന ഈ അഗ്നിശോധന, അതിലൂടെ വേറൊരു വ്യക്തിയെ വിട്ടാൽ ആ വ്യക്തി ഒരുപക്ഷെ അത് ഓവർകം ചെയ്യില്ല. ആ വ്യക്തി ആ അഗ്നിശോധന കടന്നു പോകാൻ ഇടയാകും. അപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള അഭിഷേകം നമുക്കുള്ളത് കൊണ്ടാണ് ദൈവം ആ പ്രതിസന്ധി നമുക്ക് തരുന്നത്. ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഈ പ്രതിസന്ധിക്കകത്തൂടെ ഞാൻ എന്താ കടന്നു പോകുന്നത്, ഈ രോഗത്തൂടെ ഞാൻ എന്താ കടന്നു പോകുന്നത്, ഈ പ്രശ്നത്തിലൂടെ ഞാൻ എന്താ കടന്നു പോകുന്നത് എന്ന ചിന്തയോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ ഒന്ന് പറയാം, നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള അഭിഷേകം ഉള്ളത് കൊണ്ടാണ് ദൈവം ആ പ്രതിസന്ധിയിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത്. ഒരിക്കലും അതിൽ പരിതപിക്കരുത്. ഒരിക്കലും അതിൽ നിങ്ങൾ നെഗറ്റീവ് കമന്റുകൾ പുറപ്പെടുവിക്കരുത്. അവൻ അതിനകത്ത് നിങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാൻ ഇടയാവട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി ഈ RCC ടെസ്റ്റുകൾ ചെയ്തു. അതിനുശേഷം SUT പട്ടം ഹോസ്പിറ്റലായിരുന്നു. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടായിരുന്നു എന്റെ ബാക്കി ട്രീറ്റ്മെന്റ് മൊത്തം കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ വെന്റിലേറ്ററിന് പുറത്തു വന്നു. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാംരാജ് എന്നെ വിളിക്കാനിടയായി. എന്റെ ഫോണിലേക്ക് വിളിച്ചു. വീട്ടിലെ നിങ്ങളുടെ ബയോപ്സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ റിപ്പ് റിമൂവ് ചെയ്തല്ലോ, അതിൽ നിന്നുള്ള ആ കണ്ടന്റ് ആ ഒരു ബയോപ്സിയോട് വീണ്ടും അയച്ചായിരുന്നു. അപ്പം അതിന്റെ റിസൾട്ട് വന്നു. അതിനുവേണ്ടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും എന്റെ ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു.
അപ്പോൾ എനിക്ക് നല്ലവണ്ണം നടക്കാൻ കഴിയത്തില്ല. എന്റെ ചെസ്റ്റിന് ഈ ഭാഗം തൊട്ട് പുറകു വരെ നമ്മുടെ ചെസ്റ്റിൽ ഇങ്ങനെ കുളമായി ഇരിക്കുന്നത്, നടക്കാൻ പറ്റത്തില്ല, നല്ല പെയിൻ ഉള്ളതാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് എന്റെ ചീട്ട് അവർ ഞാൻ വന്നത് സിസ്റ്റർ പറഞ്ഞപ്പോ ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ഡോറ് തുറന്നു. സാധാരണ സിസ്റ്റർമാരാണ് ഡോറ് തുറക്കുന്നത്, രോഗി അകത്തേക്ക് കയറുക ചെയ്യുന്നത്. ഇത് ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ഡോറ് തുറന്നിട്ട് പുള്ളി എന്നെ നോക്കി ഭയങ്കര ചിരിയാ. പുള്ളി എന്നെ ചിരിക്കുക. എനിക്ക് കാര്യം പിടിയുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വേദന കൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട്. അങ്ങനെയൊക്കെ ടെൻഷൻ ചെയ്തിരിക്കുവാണ്. അപ്പോ ഇദ്ദേഹം നല്ല ചിരിച്ചിട്ട് പറഞ്ഞു, ആ വൈഫിനോട് പറഞ്ഞു റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഫയൽ കൊടുക്കാൻ പറഞ്ഞു. ഫയൽ നമ്മുടെ ഫയൽ കൊടുക്കാൻ പറഞ്ഞു. ആ ഫയലിനകത്ത് ഓൾറെഡി അദ്ദേഹം എഴുതിയ എനിക്ക് കീമോ വേണം, റേഡിയേഷൻ വേണം എന്നൊക്കെ എഴുതിയത് ഞങ്ങളുടെ ഫയലിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ഫയലുണ്ട്, എന്റെ ഞങ്ങളിലുണ്ടോ ഫയൽ. ഓക്കെ, അദ്ദേഹം ആ പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് ആ പേപ്പറെ ഞാൻ എഴുതിയത് ഞാനായിട്ട് വെട്ടുകയാണ്, ഞാനായിട്ട് അത് വെട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വെട്ടാനടിയാണ്. സത്യമായി ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്തായി സംഭവിക്കുന്നത്? കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചിന്തയെ പോലും ഇല്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. അതേ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബയോസ്പിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ നിന്റെ ബോഡിയിൽ ക്യാൻസർ കാണാനില്ല. നിങ്ങൾക്ക് കർത്താവിന് ഒരു നന്ദി പറയാൻ കഴിയുമോ? കർത്താവിന് ഒരു സ്തോത്രം പറയാൻ കഴിയുമോ? ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. ഒരു ഹോസ്പിറ്റലല്ല, കോട്ടയം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, കോട്ടയം കിംസ് ഹോസ്പിറ്റൽ, RCC ഹോസ്പിറ്റൽ, ഈ 3 ഹോസ്പിറ്റൽ കൂടാതെ SUT ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ, 4 ഹോസ്പിറ്റൽ ഒരേപോലെ വിധി എഴുതാണ് ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. പക്ഷെ ഇപ്പൊ ഡോക്ടർ പറയുക നിന്റെ ബോഡിയിൽ ക്യാൻസർ കാണുവാനില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂതായി തന്നെ പറയട്ടെ, ആര് നിനക്കെതിരെ വിധി പുറപ്പെടുവിച്ചോ അതേ നാവ് കൊണ്ട് അവൻ ആ വിധികളെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഏത് മെഡിക്കൽ സയൻസ്, ഏത് ഡോക്ടർ നിനക്ക് ഇന്ന രോഗമാണ്, ഇന്ന ഓപ്പറേഷൻ വേണം, ഇന്ന പ്രതിവിധി വേണം എന്നും പറഞ്ഞോ, അവരെ കൊണ്ട് നീ വിശ്വസിക്കുന്നെങ്കിൽ ആ വിധികളെ എന്റെ സ്വർഗം ക്യാൻസൽ ചെയ്യിക്കാൻ ഇടയായിത്തീരും. അപ്പൊ സത്യം പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം, ഒത്തിരി ചിരി. എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. അത് കണക്ക് ഭയങ്കര അത്ഭുതമാണ്. ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴേ അതിൻ്റെതായ ആ യാഥാർത്ഥ്യം നമുക്ക് അറിയത്തുള്ളൂ. ഇതിനു മുമ്പ് എനിക്ക് ക്യാൻസർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി ട്രാക്കിൽ പോയിട്ട് നിൽക്കുന്നുള്ളൂ, ഓടി തുടങ്ങിയിട്ടില്ല. ഞങ്ങളെ വിളിച്ച വെളിയുടെ, ഞങ്ങളുടെ മേൽ സ്വർഗവിട്ട കോളിങ്ങിന്റെ ട്രാക്കിങ് ഞങ്ങൾ നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല. അവൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ആ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആശയ ഉപദേശിയുടെ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വാഗ്ദത്തമുള്ളവന്റെ മേൽ പാണ്ടിലൂരി കയറി ഇറങ്ങിയാലും, ആ വീട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആ അദ്ദേഹത്തിന്റെ പേര് തന്നെ പറഞ്ഞതാണ്, പാണ്ടിലൂരി കയറി ഇറങ്ങിയാലും അവൻ റോഡിൽ ഈ ആ താറോട് ചേർന്ന് അരഞ്ഞു ചേർന്നാലും അവൻ പൊങ്ങി വരും. ആമേ, ഇതെപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു. അവൻ റോഡിൽ ഇപ്പൊ ലോറി കയറി ലോറിലെ ടാർ ഞാൻ അറിഞ്ഞാലും എന്റെ മേൽ വാഗ്ദത്തം കിടക്കുന്നുണ്ട്, ഞാൻ മടങ്ങി വരും. ആമി പൗലോസ് പറഞ്ഞ പോലെ അബ്രഹാം മകനെ യാഗം അർപ്പിച്ചാലും ആ ചാരത്തിനകത്തു നിന്ന് അവന്റെ മകനെ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം അത് ഞങ്ങളുടെ അകത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ വിളിച്ചു പറയായിരുന്നു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. മരിക്കുകയില്ല, ജീവനോടിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഈ പകൽക്കാലം ഈ സാക്ഷ്യത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും മരണഭയത്താൽ മരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗത്തിലൂടെ കടന്നു പോവുകയാണോ, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തി പറയുകയാണ്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യും, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ജീവനോടിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളുടെ അന്തരീക്ഷം നിങ്ങളായിരിക്കുന്ന മുറിക്കകത്ത് വെച്ച് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾ പ്രാണപ്രിയരിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഉറക്ക ഡിക്ലെയർ ചെയ്യും, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും.
അപ്രകാരം പറയാൻ കഴിഞ്ഞാൽ നിശ്ചയമാണ് എന്നെ വിടുവിച്ച എന്റെ യേശു നിങ്ങളെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒന്ന് ഉറക്കപ്പാട്, ഒന്ന് സന്തോഷത്തോടെ പറയാം. പീറ്ററിനെ വിടുവിച്ച ദൈവം ആ യേശു എന്നെ വിടുവിക്കാൻ ശക്തനാണ്. ക്യാൻസറിന്റെ ഏത് സ്റ്റേജ് ആകട്ടെ, നിങ്ങൾ ഏത് ക്യാൻസർ, ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ക്യാൻസർ രോഗിയാകട്ടെ, നിങ്ങൾ കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോർത്ത് സ്റ്റേജിലൂടെ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെത്തിയ വ്യക്തിയാകട്ടെ, പക്ഷെ എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകർത്താൻ നിങ്ങളെ നോക്കി സൗഖ്യത്തെ പ്രഖ്യാപിക്കുക. നാം പാപം സംബന്ധിച്ചു മരിച്ചും നീതിക്ക് ജീവിക്കാറുണ്ടോ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമന്നു ക്രൂശിൽ കയറിയ യേശു അടുത്ത പേര് പറയുന്നു, അവന്റെ അടിപിടരിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. ഇന്ന് ഈ സമയം ഈ ജോയ്സ് ടിവിയുടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്ന, എന്റെ സാക്ഷ്യം ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മേൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന സൗഖ്യത്തെ ഞാൻ ഇപ്പോൾ കൈമാറ്റം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്. അപ്പൊ ഈ വാഗ്ദത്തം നമ്മുടെ ക്രമതുകൊണ്ട് അതിനെ ഭയങ്കരമാണ് മുറുകെ പിടിച്ചോട്ടെ. എനിക്കറിയില്ല, ഞാനിത് പറയുമ്പോഴും ആന്റി എന്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, എന്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ആന്റി എനിക്കറിയില്ല, ഈ ഹൃദയം നിറഞ്ഞ് കവി പറയുന്നത് അതിനകത്ത് ഭയങ്കര സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ സാക്ഷിയുടെ ആന്റി ഈ ഒരു ടെലികാസ്റ്റിലൂടെ അനേകരെ കുറിച്ച് വിളിക്കും, അനേകർ സൗഖ്യമാകും. ആ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുക, കാരണം ആ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം ശക്തമായി ചലിച്ചിറങ്ങുന്ന ഒരു എപ്പിസോഡായി ഈ എപ്പിസോഡ് മാറുക. കാരണം എന്നെ വിടുവിച്ച യേശു, എന്നെ സൗഖ്യമാക്കിയ യേശു ഇന്ന് പകലും അവൻ ജീവിക്കുന്നു. ഈ ദിവസവും അവൻ ജീവിക്കുന്നു. കരയുന്ന കവിൾത്തടങ്ങളിൽ നിന്ന്, കണ്ണുനീർ അവൻ ഒഴുകുന്ന കവിൾത്തടങ്ങളിൽ നിന്ന് യേശു ആ കണ്ണുനീരുകൾ തുടച്ച് അവൻ സന്തോഷത്തെ നിങ്ങളെ ഉദിപ്പിക്കാൻ പോവുകയാണ്. ചില തെറ്റുകൾ അവൻ അഴിച്ചു മാറ്റി സന്തോഷത്തെ എന്റെ സ്വർഗം ഉദിപ്പിക്കുന്ന സമയമായിരുന്നു. രക്തങ്ങളെ അഴിച്ചു മാറ്റി സന്തോഷത്തെ അവൻ ഉദിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കുക, ഈ ആശംസയും ഈ വേട് ഞങ്ങൾ ഒത്തിരി ബലപ്പെടുത്തുക. നമ്മൾ ചിന്തിച്ചേ, ആ വേടിന്റെ പവർ ഒന്ന് ചിന്തിച്ചേ. ഈ വാഗ്ദത്തം ഉള്ളവരുടെ ഏത് വണ്ടി വന്ന് കയറിക്കോട്ടെ, അവൻ റോഡിൽ അരങ്ങി ചേർന്നാലും അവൻ പൊങ്ങി വരും. ചില സമയത്ത് അവൻ വേദനയോടിരിക്കുമ്പോ, പ്രയാസത്തോടിരിക്കുമ്പോ നമ്മളെ തൊടുന്ന ഒരൊറ്റ വേട് മതി സകലവും തിരിച്ചു പിടിക്കാൻ. ഒറ്റ വേട് മതി നമ്മളെ സകലവും തിരിച്ചു പിടിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ വചനം. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അതിനകത്ത് വെളിപ്പെടുന്ന ഒറ്റ പ്രേമ മതി നമ്മുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറായിക്കണം. രോഗം എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ എന്റെ ലൈഫ് പഠിച്ചൊരു കാര്യം, രോഗം എന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷെ സത്യം അതല്ല. നമ്മൾ പലപ്പോഴും എന്താ ചിന്തിക്കുന്ന അറിയാമോ? ഈ സത്യവും ട്രൂത്തും റിയാലിറ്റിയും ഒന്നാണ്. ഇതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ട്രൂത്തും റിയാലിറ്റിയും രണ്ടാണ്. ഡോക്ടർ രാംരാജു പറഞ്ഞു, പീറ്റർ ജോലി നോക്കി ഡോക്ടർ രാംരാജു പറഞ്ഞു, പീറ്റർ നിങ്ങൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജാണ്. പീറ്റർ ജോലി നോക്കി ഡോക്ടേഴ്സ് പറഞ്ഞു, ആമി ഇനി അധിക നാള് പീറ്റർ ജോലി ജീവിക്കുകയില്ല. പക്ഷെ ഇതൊക്കെ സത്യമായിട്ട് എല്ലാവരും വിശ്വസിച്ചപ്പോ സ്വർഗം പറഞ്ഞ പക്ഷേ അതല്ല സത്യം. സത്യം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാകുന്നു. അതാണ് സത്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാകുന്നു. അതാണ് സത്യം. ബാക്കിയുള്ളതെല്ലാം റിയാലിറ്റി ആണ്. ബാക്കിയുള്ളതൊക്കെ അത് യാഥാർത്ഥ്യമാണ്, അതല്ല സത്യം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലേ? ആവി പലപ്പോഴും യാഥാർത്ഥ്യത്തെ കാട്ടി ആ യാഥാർത്ഥ്യമാണ് സത്യമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന ഒരു ദൈവശക്തി ഞാൻ ഈ സാക്ഷ്യം കൈമാറുമ്പോൾ തന്നെ ഇത് കാണുന്ന ജലത്തിൽ ശക്തമായി വ്യാപരിക്കട്ടെ. യാഥാർത്ഥ്യം ഒരിക്കലും സത്യമല്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി ഫിലിപ്പിയ സഭയോട് പറയുന്നത്,
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും ചിന്തിച്ചു കൊണ്ട് അതേ നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കണേ. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. സത്യമായത് മാത്രം ചിന്തിക്കുക, സത്യമായത് മാത്രം നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അവിടെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, ഇപ്രകാരം ഈ ഡോക്ടേഴ്സ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു, കീമോ വേണമെന്ന് പറഞ്ഞു, റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയാം, ഇത്ര നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ സെല്ലുകൾ ഈ റിപ്പോർട്ട് പ്രകാരം ഇല്ല. നിങ്ങൾക്കൊരാമം പറയാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? നോക്കി, ആരാ പറഞ്ഞത്? ആരാണ് പീറ്റർ ജോർജിന് കീമോ വേണമെന്ന് പറഞ്ഞു? ആരാണ് എന്നോട് അല്ലെ എന്റെ ബന്ധുക്കളോട് നിങ്ങൾ കോട്ടയത്ത് താമസിക്കണം, നിങ്ങൾ ട്രിവാൻഡ്രത്ത് വാർഡുകൾ താമസിക്കണം, നിങ്ങൾക്ക് ഇത്രയും വലിയ ഓപ്പറേഷൻ നടത്തുകൊണ്ട് യാത്ര ചെയ്ത് എന്നും കീമോയ്ക്ക് വേണ്ടി വരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വാർഡുകൾ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ ഏത് ഡോക്ടറാണ്? ആ ഡോക്ടർ പറയുക, നിന്റെ ശരീരത്ത് ക്യാൻസർ ഇല്ല. എന്റെ കർത്താവ് എത്ര വിശ്വസ്തരല്ലേ, നമ്മുടെ കർത്താവ് എത്ര വലിയവരല്ലേ. അവരെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? അവര് നന്ദി കഴിക്കാതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാൻ, പക്ഷെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. അങ്ങനെ ഈ ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ ക്യാൻസറിന്റെ സെല്ലുകൾ എന്റെ ബോഡിയിൽ ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും അവർ വൈദ്യരല്ലേ, അവർക്ക് വീണ്ടും സംശയമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു ലെറ്റർ തന്ന് എന്നെ RCC ഓങ്കോളജിയുടെ ഹെഡ് ആയിരിക്കുന്ന ഡോക്ടർ ജയകുമാർ, അന്ന് ട്രിവാൻഡ്രം RCCയുടെ ഓങ്കോളജി ഹെഡ് ഡോക്ടർ ജയകുമാറാണ്. അപ്പൊ ഒരു ലെറ്റർ തന്ന് നിങ്ങൾ ഡോക്ടർ ജയകുമാറിനെ കൂടെ പോയി കാണണം, RCCയിലും കൂടെ ഒരു ടെസ്റ്റ് ചെയ്യണം വേണ്ടി. കാരണം ഞങ്ങളുടെ ടെസ്റ്റ് പ്രകാരം ഇതാണ്, എങ്കിലും അവിടെ കൂടെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ അവിടെയും വിട്ടു. അവിടെയും ടെസ്റ്റ് ചെയ്തപ്പോ ഈ ആദ്യം കിട്ടിയ സെയിം റിസൾട്ട് ആണ് അതിലുള്ളത്. പിന്നെ ഇവരുടെ ഡോക്ടർമാരുടെ 4 പേരുടെ ടീമുണ്ട്, അവർ കൂടിയിട്ട് പറഞ്ഞു, ഈ സത്യം പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ, ഇത് അവരുടെ ബുദ്ധിക്കും അപ്പുറമായതുകൊണ്ട്, അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായതുകൊണ്ട് അവർ പറഞ്ഞു, ചിലപ്പോൾ ഈ ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ ഹൈഡ് ചെയ്തിരിക്കാം, അത് പുറത്തു വരുന്നത് ഹൈഡ് ചെയ്തിരിക്കാം. പക്ഷേ അടുത്ത ഒരു 6 മാസത്തിനകത്ത് അല്ലെ 1 വർഷത്തിനകത്ത് അല്ലെ 3 വർഷത്തിനകത്ത് അത് വീണ്ടും വെളിപ്പെടും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ വീണ്ടും ഈ നിങ്ങൾ ട്രീറ്റ്മെന്റ് നിങ്ങൾ റിവ്യൂ ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നെങ്കിലും നമുക്ക് അതിനെ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം ഇവൻ ഹൈഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്ന് ഉറപ്പാണ്, യേശു ഒന്നെടുത്ത് മാറ്റുകയും അത് മാറ്റുക തന്നെ. യേശു സൗഖ്യമാക്കിയെങ്കിലും അത് സൗഖ്യമാക്കുക തന്നെ. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു വിധിയും ആരും പുറപ്പെടുവിക്കാനില്ല. അത് ശക്തമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ക്യാൻസറിന്റെ ആ ട്രീറ്റ്മെന്റിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അന്ന് ഞാൻ ആലപ്പുഴ പുന്നപ്ര എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. കാരണം ഈ മേജർ ഓപ്പറേഷൻ ആയതുകൊണ്ട്, ന്യൂമോണിയ വന്നതുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ ഇനി വരാൻ പാടില്ല. കാരണം എനിക്കിവിടെ 3 റിബ്സ് ഇല്ല, 3 റിബുകൾ എടുത്ത് മാറ്റിയിട്ട് അതിന് മെഷ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഇൻഫെക്ഷൻ വന്നാൽ അത് ബുദ്ധിമുട്ടായി മാറും, അത് പ്രയാസമായിട്ട് മാറും എന്നും പറഞ്ഞതുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ പുന്നപ്രയിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. 1.5 മാസം ഞാൻ അവിടെ താമസിച്ച ശേഷം ഞാൻ കോട്ടയത്തേക്ക് പോകാൻ ഇടയായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ഈ കോട്ടയത്ത് ചെല്ലുന്ന സമയം ഞാൻ പറഞ്ഞത് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭ കോട്ടയത്തുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഭ, നല്ല ഹെൽത്തി ആയ ഒരു സഭ ഈ കോട്ടയത്തുണ്ടായിരുന്നു. എന്റെ കൂടെ നിന്ന വിശ്വസ്തത ഞാൻ കരുതിയ അഭിഷിക്തന്മാർ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഭയിൽ. പക്ഷേ ഞാൻ കോട്ടയം ചെല്ലുമ്പോൾ ഞാൻ വിട്ടിട്ട് പോകുന്ന പലരും എനിക്ക് ആ സഭയെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസ്തത ഏൽപ്പിച്ച അഭിഷിക്തന്മാർ പലരും എന്നോട് അവിശ്വസ്തയെ കാണിക്കാൻ കഴിയായി. ദൈവം വിശ്വസ്തൻ. മനുഷ്യൻ നമ്മോട് അവിശ്വസ്തരെ കാട്ടിയാൽ ദൈവം വിശ്വസ്തൻ. നിങ്ങൾ നിങ്ങളോട് തന്നെ
ഒന്ന് പ്രവചിച്ചു പറഞ്ഞു, ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് ഞാൻ സൗഖ്യമായി പുറത്തു വന്നു. ദൈവം എന്റെ ജീവനെ മടക്കി തന്നു. പക്ഷെ അവിടെ നിന്നിട്ട് എന്റെ ലൈഫിന്റെ രണ്ടാമത്തെ പരീക്ഷണശാലയിലേക്ക് ഞാൻ പ്രവേശിക്കുകയായിരുന്നു. ഏറ്റവും വലിയ പരീക്ഷണശാലയായിരുന്നു ഈ ക്യാൻസർ എന്ന രോഗം. അതിനെ ഓവർകം ചെയ്യാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചു. മകനെ യാഗം കഴിക്കാൻ വേണ്ടി മോരിയ ദേശത്തേക്ക് പോയ ഇസ്ഹാക്ക് ആ മകനെ യാഗം കഴിക്കാതെ യഹോവയുടെ കരുതൽ കണ്ട് ആ കരുതലിന് യാഗം അർപ്പിച്ച് മകനുമായി ഭവനത്തിലേക്ക് മടങ്ങിയതുപോലെ ഞാനും ഇനിയൊരു മടങ്ങിയവർ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ ആരോഗ്യത്തോടില്ല എന്ന് പ്രതീക്ഷിച്ചു പോയ ഞാൻ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ അവിടെ നിന്ന് എന്റെ രണ്ടാമത്തെ ട്രയൽ ആരംഭിക്കുകയായി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഞാൻ ഫിനാൻഷ്യലായിട്ട് എന്റെ ഓപ്പറേഷൻ വരെ ഒരു ക്രൈസിസ് അനുഭവിച്ചിട്ടില്ല. ഒരു ക്രൈസിസ് ഞാൻ ഫിനാൻഷ്യലായിട്ട് അനുഭവിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ കോട്ടയത്തെ ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെന്റ് ബന്ധത്തില് എന്റെ കയ്യിലുള്ള കരുതൽ, പിന്നെ എന്റെ സഹോദരനെല്ലാം സഹായിച്ചു, ഇതൊക്കെ കൂടാതെ ലക്ഷങ്ങളുടെ ബാധ്യത ഈ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് വരാനിടയായിട്ട്. ഈ ബാധ്യതകളൊക്കെ വന്നപ്പോ നേരത്തെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെന്റിൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ മീറ്റിങ്ങിനും പുറത്തേക്ക് പോകാൻ പറ്റാതെ അവർക്കകത്ത് തന്നെ ഇരുന്ന ദിവസങ്ങൾ. അപ്പോ ഈ ഫിനാൻഷ്യൽ ടൈറ്റ് വന്ന ഫിനാൻഷ്യലായി സ്ട്രഗിൾ വന്നപ്പോ ഞങ്ങളന്ന് കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ അപ്പാർട്ട്മെന്റാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല ഒരു 20,000 രൂപയ്ക്ക് വാടകയുള്ള ഒരു അപ്പാർട്ട്മെന്റ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് 4,000 രൂപ മാത്രമുള്ള ഷീറ്റ് ഒരു വീട്ടിലേക്ക് താമസം മാറി. ഞാൻ പറയാനുള്ള റീസൺ, ദൈവം നമ്മെ കടത്തിവിടുന്ന നമ്മുടെ ട്രയൽസുകളാണ്. ആ ട്രയൽസുകളിൽ അവൻ എങ്ങനെ നമ്മെ പണിയുന്നു, എങ്ങനെ നമ്മെ ഉറപ്പിക്കുന്നു എന്നത് ഒന്ന് പറയാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് മാറി. എന്റെ കുഞ്ഞുങ്ങളോടുകൂടി കോട്ടയത്തെ ഏറ്റവും വലിയ സ്കൂളായ ലൂർദിൽ പഠിക്കുന്നു. അതില് കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് ഫീസ് കൊടുക്കാനില്ലാത്ത അനുഭവങ്ങൾ വരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ മാറ്റി ചേർക്കേണ്ട അനുഭവങ്ങൾ വരുന്നു. എന്റെ വീട്ടിൽ എനിക്കൊരു കാറുണ്ട്. CC അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കാറ് ബാങ്കുകാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. 10 രൂപ പോലും പോക്കറ്റ് ഇല്ലാതെ കോട്ടയം പട്ടണത്തിലൂടെ നേരത്തെ ഓർക്കണം, ഞാൻ കാറിലാണ് പോകുന്നത്. എവിടെ ഞാൻ എന്റെ ബൈക്കിലാണ് എവിടെ പോകുന്നത്. പക്ഷേ ബൈക്കും ഇല്ലാതെ, കാറും ഇല്ലാതെ, ബസ്സിന് പോകാൻ പൈസ ഇല്ലാതെ ഞാൻ നടന്ന് കോട്ടയം പാട്ടത്തിലൂടെ നടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വന്നപ്പോ ഓർത്ത് എന്തേ ഇങ്ങനെ സംഭവിച്ചു. ഈ സമയത്ത് പലരും മാറി നിന്ന് കുറ്റം പറയുന്നുണ്ട്, പലരും മാറി നിന്ന് അപവാദങ്ങൾ പറയുന്നുണ്ട്, പലരും മാറി നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തീർന്നു പോയി, ഇനി ഒരിക്കലും എഴുന്നേൽക്കുക ഇല്ല എന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ദൈവം അനുവദിക്കുന്ന ആ ട്രയൽസിനകത്ത് പദം പറയാതെ, നെഗറ്റീവ് പറയാതെ, വിശ്വസ്തയോടെ നിന്നാൽ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ശക്തമായി വെളിപ്പെട്ടു വരുവാനിടയായി. ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു നല്ല പൊസിഷനിൽ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലിയാണ്. അപ്പൊ ഒരിക്കലെ ആന്റി അദ്ദേഹത്തിന്റെ വൈഫ് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറഞ്ഞു, ആന്റി പീറ്റോസ് വൈഫ് കുറച്ച് പെർസ് മേടിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു. പെർസ് മേടിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം കോട്ടയം ശിവാനിൽ പോയി. ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം കോട്ടയം ശിവ, അപ്പൊ അദ്ദേഹം കാശിനാരിയാണ്. അദ്ദേഹം കോട്ടയം ശിവാനിൽ പോയി കുറെ ഡ്രസ് എടുത്തോണ്ട് വന്നു. അപ്പൊ ഈ ലെഗിൻസ് ഒക്കെ ഉണ്ട്. ലെഗിൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം പ്രസരിക്കുന്നത്. അവർ ലെഗിൻസ് ഒക്കെ എടുത്ത് ലെഗിൻസ് ഡ്രസ് എടുത്തു പോകുന്നു. അപ്പൊ ഓർക്കണം, ഞങ്ങൾ ഈ സ്ട്രഗിളിലൂടെ കടന്നുപോയ സമയമാണ്. ഞങ്ങൾ നല്ലവണ്ണം ക്രൈസിലൂടെ പോകുന്ന സമയമാണ്. ഈ രോഗം കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഇൻകം ഇല്ല, ഇൻവേഡ് ഇല്ല, ഔട്ട്വേഡ് മൊത്തമുള്ളൂ. താമസിക്കുന്ന വീടിന്റെ റെന്റ്,
ആഹാരം, അങ്ങനെ ഒത്തിരി പോവുക. അപ്പോഴാണ് ഇവർ ഗിഫ്റ്റായിട്ട് സാധനമായിട്ട് വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ്, ഒരു ചെറുതായിട്ട് ഞാൻ അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വീട്ടിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ പോയി. അപ്പൊ ഞാൻ അവിടെ പോയാലും എന്റെ വൈഫിന് ഞാൻ പോയില്ല. ഒരു മീറ്റിങ്ങിന് പോകണോ, ഞാൻ ഇന്ത്യക്ക് പുറത്ത് മീറ്റിന് പോകുമ്പോൾ മാത്രമേ വൈഫിന് പോകത്തുള്ളൂ. ബാക്കി ഇന്ത്യയിൽ എവിടെ ഞാൻ മീറ്റിന് പോയാലും എന്റെ വൈഫിനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. വൈഫില്ലാതെ വീട്ടിൽ പോകാറില്ല. അപ്പൊ വൈഫിനെ കൊണ്ട് പോയി. വന്ന് പോയപ്പോഴത്തേക്ക് വൈഫ് ഇട്ടുന്നത് ഇതിനെടുത്തോണ്ട് ഡ്രസ്സാണ്. അത് ഞാൻ നോക്കിയിട്ട് 400 രൂപ ഡ്രസ്സിനില്ല, എന്റെ 400 ഡ്രസ്സാണ്. പക്ഷെ ആ ഡ്രസ്സ് കൊണ്ട് ഞാൻ പോയി മെസ്സേജ് ചെയ്തു. വീട്ടിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ പുറപ്പെടുത്ത നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് എന്റെ വൈഫിന്റെ ഡ്രസ്സിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറയുന്നത്, മനുഷ്യൻ പുറമെ കാണുന്നു നോക്കി തിരിക്കും. അത് നമ്മുടെ അനുഭവം അറിയത്തില്ല, നമ്മുടെ ഹൃദയം അറിയത്തില്ല. പക്ഷെ ഹൃദയങ്ങളെ അറിയുന്ന സ്വർഗം നമുക്കൊരു അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ഒന്ന് പറയുന്നത് മക്കളെ, നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഓരോ വ്യക്തിയും വാക്ക് കേട്ട് നിങ്ങൾ മുറിയരുത്. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളെ വിളിച്ചവനെ മാത്രം നിങ്ങൾ നോക്കുക. അവന്റെ മുഖത്തേക്ക് മാത്രം നിങ്ങൾ നോക്കുക. അവൻ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ദയവ് ചെയ്ത് സഹായിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ കയ്യിലേക്ക് നിങ്ങൾ നോക്കരുത്. അവർ നിങ്ങളെ സഹായിച്ചാൽ നാളെ അത് പുറപ്പുറത്ത് വിളിച്ചു പറയും. ഇത് എന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. പുറപ്പുറത്ത് വിളിച്ചു പറയും. പക്ഷെ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ അവന്റെ കാര്യത്തിൽ മുറുകെ പിടിക്കുക. ഇന്ന് പറഞ്ഞ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ അവർ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. അവർ അത് തരും, ഇവരത് തരും. അവൻ ആ ദേശം നിങ്ങൾ അത് നോക്കരുത്. നിങ്ങൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കുക. കാരണം എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോ ഞാൻ ചർച്ച നടത്തുമ്പോൾ ആ സഭയിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കാറില്ല. ആ സഭയിൽ കിട്ടുന്ന സാമ്പത്തികം ആ സഭയുടെ റെന്റ് കൊടുക്കാൻ, പിന്നെ പാവങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനും, അവർ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ബുക്ക് വാങ്ങാനും, പിന്നെ കീബോർഡ് വായിക്കാൻ പറ്റുന്ന വർഷം ചെയ്യാൻ പറ്റുന്നവർക്ക് കൊടുക്കാനൊക്കെ അവർക്ക് എടുക്കാറുള്ളൂ. ഞാൻ 1 രൂപ പോലും എടുക്കാറില്ല. ആ സമയത്തും എന്റെ വൈഫ് അത്യാവശ്യം നല്ല അത്യാവശ്യം വില ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നേ. കാരണം എനിക്ക് ഈ ഓർമ്മയുണ്ട്, അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നേ. പക്ഷെ എനിക്ക് ഈ രോഗത്തിന് ശേഷം, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരിക്കലും എന്റെ വൈഫിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു നല്ല ഡ്രസ്സ് പോകും. തോട്ടെ ഇമാനുവിൽ കയറി ഒരു നല്ല ചുരിദാർ ഇട്ടു. ഈ ചുരിദാർ ഇട്ട് കൊടുത്തു. അത് വൈകിയായിട്ട് മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച പകലാണ് ചുരിദാർ കൊടുക്കുന്നത്. വൈകിട്ട് മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് 2 പേർ സംസാരിക്കുന്ന കേൾക്കുകയാണ്. നമ്മുടെ ദശാംശം കൊണ്ടാണ് ആ സാരി ആ പ്രദർ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് മക്കളെ, ദയവ് ചെയ്ത് മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്, ദൈവത്തിലേക്ക് നോക്കുക. അവൻ നമ്മെ നടത്തുവാൻ ഇടയാക്കിയും അവൻ നമ്മെ പരിപാലിക്കുവാൻ ഇടയാക്കിയും. ഞാൻ ഈ പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നല്ല കേട്ടോ. ഞാൻ അഭിഷിക്തരായതുകൊണ്ട് അഭിഷിക്തന്മാരുടെ ബന്ധത്തിൽ ഞാൻ അങ്ങനെ ബലപ്പെടുത്തി പറയുകയാണ്. മനുഷ്യനേക്കാൾ നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ ശക്തിപ്പെടുത്തും, അവൻ നമ്മെ ബലപ്പെടുത്തും. അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മൾ സ്റ്റെപ്പ് വയ്ക്കാൻ ഇടയായി തീരുക. അപ്പോഴാണ് വീട് മാറും. എന്റെ കാറ് വീട്ടിൽ നിന്ന് ബാങ്കിലോ എടുത്തുകൊണ്ട് പോകാനിടയായി. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാറുവാൻ ഇടയായി. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ നിലയിലും തകർന്നു പോയി. അങ്ങനത്തെ ഒരു അനുഭവം. സത്യം പറഞ്ഞാൽ ക്യാൻസർ രോഗം കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ തീർന്നു, ട്രയൽസ് തീർന്നു. ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞാണ് എന്റെ ലൈഫിൽ ഞാൻ തിക്തതകൾ അനുഭവിക്കുന്നത്, കണ്ണുനീർ അനുഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ എന്റെ ലൈഫിൽ പ്രതികൂലങ്ങൾ വന്നപ്പോഴും പ്രതിസന്ധി വന്നപ്പോഴും എന്റെ വൈഫും ഞാനും ഒന്നിച്ചായിരുന്നു. ആ ഒരു വാക്കുകൊണ്ട് പോലും പരസ്പരം കുറ്റപ്പെടുത്തൽ വന്നിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുമിച്ചിരുന്ന് ഈ കഷ്ടതയിലൂടെ പോകുമ്പോഴും ഒരുമിച്ചിരുന്ന് വചനത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. ഒരുമിച്ചിരുന്നു ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. ഇതൊന്നിന്റെയും അന്ത്യമല്ല, ഇത് ചിലത് തുടക്കമാണെന്ന് ഞങ്ങൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യുമായിരുന്നു. നമ്മൾ ലൂക്കോസിന്റെ സൂചന പഠിക്കുമ്പോൾ അവിടെ വാക്യം ഇങ്ങനെ കാണാൻ കഴിയും. ലൂക്കോസ് 4:11 വചനം പറയുന്നു, അവൻ അങ്ങനെ പിശാച്
സകല പരീക്ഷയും തികച്ച ശേഷം യേശുവിനെ വിട്ടു മാറി അവൻ ആത്മാവിന്റെ ശക്തിയോട് എന്നിലേക്ക് മടങ്ങിച്ചു. പലപ്പോഴും എന്നെ ബലപ്പെടുത്തിയ വേറെ ഒരു അവിടെ പീരീഡുണ്ട്, ട്രയൽസിന്റെ ഒരു പീരീഡുണ്ട്. യേശുവിന്റെ ലൈഫിൽ ആ ട്രയൽസിന്റെ പീരീഡ് 40 ദിവസമായിരുന്നു. പക്ഷെ എന്റെ ലൈഫിൽ അത് നീണ്ടു നിന്നത് ഒരു 6 വർഷം. വർഷങ്ങളായി എന്തുകൊണ്ട് ഇത് മാറാത്ത, എന്തുകൊണ്ട് ഇതിന്റെ പ്രശ്നം മാറാത്ത, എന്തുകൊണ്ട് ഇതിന്റെ പ്രതികൂലം മാറാത്ത, എന്തുകൊണ്ട് ഇതിന്റെ പ്രതിസന്ധി മാറാത്ത എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ദൈവത്തിന്റെ ആളുകൾ വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ ഗ്ലോറിയസ് ഉള്ളത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ സമയമാകുന്നേ ഉള്ളൂ. ആമേൻ. നിന്ദിച്ചവർക്കാകെ പരിഹസിച്ചവർക്കാകെ ദൈവത്താൽ മേശ ഒരുക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ ജീസസ്. അപ്പോ ഈ പ്രതികൂലങ്ങളെല്ലാം എന്റെ ലൈഫിൽ ഉണ്ടായപ്പോഴും ഞാൻ എന്റെ വൈഫും ഒന്നിച്ച് ഒരു നെഗറ്റീവും പറയാതെ ഞാൻ ഒന്നിച്ച് ഇരിക്കാൻ ഇടയായിത്തീർന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോഴൊക്കെ ഈ കർത്താവിന്റെ വേല അതൊരു ഭ്രാന്തായിട്ട് എന്റെ മനസ്സിൽ കിടന്നിരുന്നത്. ഒരു ഭ്രാന്ത് അത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അത് കണക്ക് ഈ കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രത്യേകിച്ച് എന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നത് ഈ യുവജനങ്ങൾ എന്തിയാണ് കർത്താവിനോട് വേർതിരിക്കണം, യുവജനങ്ങളെ ബലപ്പെടുത്തണം, അവരെ ശക്തിപ്പെടുത്തണം, ദൈവ രാജ്യത്തിന് അവരെ പ്രയോജനമുള്ളവർക്ക് മാറ്റണം. ഈ ഒരു തീർച്ചയായും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിൽ 5 രൂപ കിട്ടിയാൽ, ഒരു 10 രൂപ കിട്ടിയാൽ ഞാൻ ഉടനെ ഒരു കൂട്ടുകാരെ വിളിക്കും. ഞാൻ ഉടനെ ടൗണിൽ ഈ പൗർണിക്ക് വേറെ കൊണ്ടല്ല, ഈ ജനം ഉയരണം, ജനം ശക്തരാകണം, യുവജനങ്ങൾ ശക്തരാകണം, അത് കർത്താവിനോട് നിൽക്കണം. അതിനെക്കൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് വിളിക്കും. അതെന്റെ ഒരു ക്യാരക്ടറാണ്. ദൈവം എനിക്ക് തന്ന ഉപയോഗമാണ്. അപ്പൊ ഞാൻ ഈ ഓപ്പറേഷന് പോകുന്നതിന് മുൻപ്, ഈ എനിക്ക് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് എനിക്കുണ്ടായിരുന്ന സ്ഥലം റേറ്റ് എടുത്തപ്പോ ആ റേറ്റ് സാമ്പത്തികം കൊണ്ട് ഞാൻ ഗോൾഡ് ഈ കൺവെൻഷൻ നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞത് വിളിച്ചത് നമ്മുടെ ഉദ്ദേശം വേറൊന്നുമല്ലായിരുന്നു. അത് ജനം കർത്താവിനെ അറിയട്ടെ, പട്ടണം കർത്താവിനെ അറിയട്ടെ, യുവ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. അങ്ങനത്തെ ഭയങ്കരമായ തീക്ഷ്ണമായ ആഗ്രഹമാണ് ഞങ്ങളുടെ രണ്ടുപേരും. ഞാൻ ഒന്ന് പറഞ്ഞാൽ അതിന് 2 പറയാൻ എന്റെ വയസ്സിരിക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് തീക്ഷ്ണതയായിട്ട് കർത്താവിന്റെ കാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയി ഭയങ്കര ക്രൈസിസ്. പലപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഒത്തിരി തിക്തഫലങ്ങൾ പോയിട്ടുണ്ട്, ഒത്തിരി തിക്തഫലം. അതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, ഓപ്പണായി പറയാതെ ഒത്തിരി തിക്തഫലം പോയിട്ടുണ്ട്. ഞാൻ വൈഫ് ഞങ്ങളോട് മിണ്ടിക്കൊണ്ടുണ്ടാവാം. നേരത്തെ കോട്ടയം വന്നാൽ ഞങ്ങളെ വിളിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ കയറാൻ പോകാത്തോ കണ്ട മൈൻഡ് ചെയ്യാതെ, ഒരു ഫംഗ്ഷൻ കണ്ട, ഒരു മീറ്റിംഗ് കണ്ട ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്ന വ്യക്തികളെ കാണുകയായി. ഇന്നലകളിൽ ഇവരൊക്കെ ഞങ്ങളുടെ തലപ്പോട്ട് കരം പിടിച്ച് നടന്നവരാണ്. ഇവരൊക്കെ വീട്ടിൽ വന്നു നല്ല നല്ല ബന്ധത്തിൽ പോയവരാണ്. പക്ഷെ അതിനൊക്കെ ഒത്തിരി റിജക്ഷൻസ് കേൾക്കാനിടയായി. ഞാൻ ഈ യുഗാന്തി വന്ന ശേഷം ദൈവജ്ഞാനം നടത്തിയ സാക്ഷ്യങ്ങളൊക്കെ എന്റെ വൈഫിങ്ങനെ ഒരു ചർച്ചയിൽ പറഞ്ഞ സമയത്ത് ആ സാക്ഷ്യം കേട്ടിട്ട് ഒരു വ്യക്തി എന്നെ വിളിച്ചു. ആ വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം, ഭാഷയെ ഞങ്ങള് ചില ഭാഷമാരെല്ലാം കൂടെ ദൈവമെല്ലാം കൂടിയപ്പോഴത്തേക്ക് ഞാൻ പറയാം, ദീർഘവാസം കടം കൊണ്ട് നിർത്തക്കള്ളിയില്ലാതെ അവൻ കോട്ടയത്തുനിന്ന് എവിടേക്ക് ഒളിച്ചോടിപ്പോയി എന്ന്. അപ്പം ഞങ്ങൾ ഈ ഭാഷ ഈ ജനത്തിന്റെ ഇടയിലേക്ക് അങ്ങനത്തെ ഒത്തിരി വാക്കുകൾ ആമേഹമിയോ വരുവാനിടയായി. പക്ഷേ യാഥാർത്ഥ്യം പറയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. 2020 2019 ആയപ്പോൾ ഞാനിപ്പം കോട്ടയത്ത് ഒരു മീറ്റിംഗ് വിളിച്ച് ഒത്തിരി നാളായി. സഭയോടി എന്റെ ക്യാൻസർ സെഷൻ എന്റെ കൂടെ നിന്നവർ എന്റെ ജനത്തെ പോകാനിടയായി. എന്റെ ചർച്ചിനെ അവർ സ്പ്ലിറ്റ് ചെയ്യല്ലേ, കാരണം ക്യാൻസർ വന്നതല്ലേ, മരിച്ചു പോകുന്ന വിദ്യ പറഞ്ഞതല്ലേ, എന്റെ മരണം എന്റെ മരണം ഞാൻ മരിച്ചു എന്ന് വിധി എഴുതുകയല്ലേ. അപ്പൊ ഇനി ദീർഘവർഷം മരണം വരത്തില്ല എന്ന വിശ്വസിച്ചുകൊണ്ട് എന്റെ സഭയിലുള്ള ജനങ്ങൾ പലരും പല വഴിക്ക് പോകാനിടയായി. അതിന്റെ കൂടെ നിന്നവർ ജനത്തെ കൊണ്ട് പോകാനിടയായി. ആരോടും ഒരു പരാതി ഞാനുമായി പറയാൻ പോയില്ല, ആരോടും ഒരു പിണക്കവും ഞങ്ങൾ വെക്കാൻ പോയില്ല. ദൈവത്തിൽ നിന്നു, ദൈവത്തിൽ പ്രാർത്ഥിച്ചു. തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു നല്ല ദൈവം കൂടുള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
2019 മനസ്സ് വലിയ ആഗ്രഹമായി കോട്ടയത്ത് വീണ്ടും ഒരു മെഗാ മീറ്റ് നടത്തണം. കോട്ടയത്ത് പട്ടണത്തിൽ മെഗാ നടക്കുന്നില്ല, മീറ്റ് നടത്തണം. അങ്ങനെ 2020 ആരംഭത്തിൽ കോട്ടയം ടൗണിൽ ശക്തമായ ഒരു മീറ്റിംഗ് ഞങ്ങൾ ചെയ്യാനിടയായിരുന്നു. ആ മീറ്റിംഗിന് ശേഷം സൗദിയിൽ നിന്ന് എനിക്ക് ഒരു കോൾ വരാനിടയായി. പാസ് പുറത്ത് ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ സഭയിലേക്ക് വന്നു. അങ്ങനെ കോൾ വന്നു. 2020 ഫെബ്രുവരി മാസം ഞാൻ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്നാണ് എന്റെ ലൈഫിന്റെ അടുത്ത ടേണിംഗ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ഇതിനു മുൻപ് വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അധികം പറഞ്ഞില്ല. ഈ ക്യാൻസറിനെ റിക്കവർ ചെയ്ത് വന്നു. 2017 അവസാനം ക്യാൻസറിന്റെ ലാസ്റ്റ് ടെസ്റ്റ് കാണും. ആ ടെസ്റ്റ് ഫൈനൽ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞു എഴുതി, പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല, നിങ്ങളുടെ ബോഡി ക്യാൻസർ ഫ്രീ ബോഡിയാണ്. അപ്പം അത് ഡോക്ടർ പറഞ്ഞു. 2018 അവസാനമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ വന്നു. ഈ ചെസ്റ്റ് പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറ്റാക്കായി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഒരു സ്റ്റെന്റ് വിടാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാൻസറിന്റെ രോഗത്തിന്റെ വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞു കാരണം ഭയങ്കര ക്രൈസിസിലാണ്. ആ ക്രൈസിസിന് ഒന്ന് വിടുതൽ പ്രാപിച്ചു ഒന്ന് മൂവ് ചെയ്ത് വന്നു. അടുത്ത അറ്റാക്കായിട്ട് വന്നു. അവിടെ മരിച്ചു പോകുന്ന രീതിയിലാണ്. പക്ഷെ ഈ അവസ്ഥ അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ രോഗം ഒരു സ്റ്റെന്റ് ഇട്ടു. വീണ്ടും ഒരു ക്രൈസിസ്. പുറത്തുള്ളവർക്ക് ആർക്കും ഈ ഞങ്ങളിൽ കടന്നുപോകുന്ന സാഹചര്യം അറിയില്ല, ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ ക്യാൻസർ എന്ന മരണത്തെ ഭാവമാണ്. 2 ഈ അറ്റാക്ക് വന്നു, അതിന്റെ മരണത്തിന്റെ അഭാവമാണ്. പക്ഷെ ദൈവത്തിന്റെ നിയോഗം മേൽ കിടന്നതുകൊണ്ട് മരണത്തിന് അവർ വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് തുള്ളതാണോ നിങ്ങളെ മരണത്തിന് തുള്ള വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് തുള്ളവരാണെങ്കിൽ 6 മണ്ണിന്റെ ജനിയായി നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപായി എന്റെ സ്വർഗ്ഗം വിട്ടുകൊടുക്കത്തില്ല. വിശ്വസിക്കുന്നവർ ശക്തമായി നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. അങ്ങനെ 2020 ഫെബ്രുവരിയിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചില മീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൌൺ ആയി. ശ്രദ്ധിക്കണം, ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആയി. എന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുപോയ അച്ഛനാണ് സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് മരിക്കുന്നത്. ഈ കോവിഡ് വന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് എന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുപോയ അച്ഛനാണ്. ഞാൻ പറയാൻ വന്നത്, ഈ നമുക്കെല്ലാം ഓരോ ദൈവം ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിക്കാതെ സ്വർഗ്ഗം നമ്മെ വിളിക്കത്തില്ല. എന്നെ അച്ഛൻ സൗദി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു നല്ലൊരു അഭിഷിക്തമായിട്ട് ഞാൻ കാലത്ത് ചെയ്തു. ആ അഭിഷിക്ത വീട്ടിൽ ഞാൻ പാർക്കുന്ന സമയത്താണ് ഈ അച്ഛൻ കോവിഡ് വന്ന് മരിക്കുന്നത്. ശരിക്കും ഞാൻ നിങ്ങൾ പറഞ്ഞു, ഞാനൊരു ഫൈനാൻസ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് കർത്താവിനെ വേറെ ചെയ്ത വ്യക്തിയായിരുന്നു. എന്റെ ക്യാൻസർ രോഗത്തിന് ശേഷം ഞാനത് ജോലി ചെയ്തിട്ടില്ല. കാരണം ജോലിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല, ജോലി ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ലൈഫ് കൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയാണ് ഈ സൗദി ചെയ്തത്. മീറ്റിംഗ് ചർച്ചകളൊക്കെ ആയിരുന്നു. ലോക്ക്ഡൌണായി. ഞാൻ താമസിച്ച ആ വീട്ടിലെ പാസ്റ്റർ അദ്ദേഹത്തിന് സൗദി അറേബ്യയിലും ദുബായിലും ദേശങ്ങളിലെ കമ്പനിയുള്ള വ്യക്തിയാണ്. അപ്പൊ എന്റെ പ്രോസസ് ഫിനാൻസ് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ടെസ്റ്റോട് പറയുന്നത് അറിയാം. അപ്പം ഈ ഫ്ലൈറ്റൊന്നും ഇല്ല, നാട്ടിലേക്ക് പോരാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം വിളിക്കും, പക്ഷേ എന്റെ കമ്പനിയിൽ ഒരു അക്കൗണ്ട് ആവശ്യമുണ്ട്, ഒരു ഫൈനാൻസിൽ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്, എന്റെ കൂടെ അത് പോരാ. അപ്പൊ പാസ്റ്റർക്ക് ഏതും ലോക്ക്ഡൌൺ അല്ലേ, ഫ്ലൈറ്റിലല്ലോ, പാസ്റ്റർക്ക് എന്റെ കമ്പനി വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ചെന്നു, ഞാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ കമ്പനിയുടെ സിസ്റ്റം മൊത്തം മാറ്റാനിടയായി. കർത്താവ് നമുക്ക് എന്താ വഴിച്ചില്ല, അവിടെ കാര്യങ്ങൾ ചെയ്തു. അത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം അതിനുശേഷം എന്നെ ദുബായിലേക്ക് വിടുവാനിടയായിരുന്നു. അപ്പൊ ഞാനിത് പറയാൻ പറ്റുന്ന താല്പര്യം, 2008 മുതൽ എന്റെ കിടക്കുന്ന ഒരു കോളിംഗാണ് ആഫ്രിക്ക എന്നാണ്. 2008 തൊട്ട് ഞാൻ എവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയാലും തൊട്ട് പറഞ്ഞൊരു വേലാണ്, നീ ആഫ്രിക്കയിലുള്ളവരാണ്. അപ്പൊ നമുക്കറിയില്ല എങ്ങനെയാ ഈ ഡിവൈൻ കണക്ഷൻ സാധിക്ക് വരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്റെ വൈഫ് എന്നോട് പറഞ്ഞ ദൈവം മഹത്വത്താണെന്ന് തോന്നുന്നു. എന്റെ വൈഫിനോട് ഞാൻ പറയാൻ പറയും,
എവിടെ പോയി ബൈബിൾ പറയും ഈ ആഫ്രിക്ക പോകുമ്പോൾ കിടക്കുന്ന പോയി ആഫ്രിക്കയാണ്, അവിടെ നിങ്ങളുടെ വീട് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഞാൻ ഈ സൗദി ദുബായിക്ക് വന്നു. ദുബായിലെ കമ്പനി പറഞ്ഞു, ആ കമ്പനി വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ കമ്പനി വർക്ക് ചെയ്യുമ്പോഴും ഫിനാൻഷ്യലായിട്ട് ഫ്രീഡം എനിക്ക് വെളിപ്പെട്ടില്ല. കാരണം ഒരു കടപ്പാടിന്റെ പേരിലാണ് നമ്മുടെ ഈ കമ്പനി ഇരിക്കുന്നത്. കാരണം ഓരോ സമയത്ത് ഇദ്ദേഹം ചെയ്തു നമുക്ക് ഇദ്ദേഹം ഒരു ഹെൽപ്പായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ശമ്പളം നോക്കിയല്ല ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഒരു ട്രയൽ പീരീഡ് നമുക്ക് തരുന്ന, ഒരു ട്രയൽ നമുക്ക് തരുന്ന. ഈ ട്രയലിലൂടെ പോകുമ്പോഴും ഞാൻ മൊത്തത്തിൽ ഫ്രീ ആയിട്ടില്ല. പക്ഷേ എന്റെ ലൈഫിലെ സുഖം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന പോലെ പടിപടിയായി ഓരോ കാര്യങ്ങൾ ദൈവം നടത്തിക്കൊണ്ട് വരിക. കാരണം ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഉള്ളത് ഈ ആഫ്രിക്കയെ കൊണ്ട് ഞങ്ങളെ നമ്മുടെ ലൈഫിൽ ചില ഡിവൈൻ കണക്ഷനുകൾ ദൈവം തരും, ചില ഷെൽട്ടറുകൾ ദൈവം പൊളിക്കും, ചില കംഫർട്ട് സോണുകൾ പൊളിക്കും. അത് ഉറപ്പാണ്. അത് നമ്മുടെ മുമ്പിൽ ചില കംഫർട്ട് സോണുകൾ പൊളിയപ്പെടുമ്പോൾ ദേവിയത് പെടുകയല്ലേ, ദേവി എന്തുകൊണ്ട് പൊളിഞ്ഞു എന്ന് ചിന്തിക്കരുത്. അത് പൊളിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പർപ്പസിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. അത് പൊളിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ തിരിച്ചു കിടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. ഞാൻ ചോദിച്ചല്ലോ, ആ കംഫർട്ട് സോൺ എന്തുകൊണ്ടാണ് പൊളിച്ച്? സൗദി അറേബ്യ അതെനിക്ക് ബെസ്റ്റ് ആണെന്നല്ലോ. കാരണം വീട്ടിൽ പോവാം, നല്ല കണക്ഷൻസ് ഉണ്ട്. ഈ കമ്പനി ജോലി ചെയ്യാം, ശുശ്രൂഷ ചെയ്യാം. അതെന്ത് ചെയ്യാം? എന്റെ സാമ്പത്തിക ഞെരുക്കം മാറത്തില്ലേ? അപ്പൊ എനിക്ക് നല്ലൊരു നിലനിൽക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ഞാൻ ചോദ്യങ്ങളാണ്. എന്റെ കുഞ്ഞെ, ഈ ആവണക്കുണ്ട്, ഈ ആവണക്ക് ഇതിവിടെ പറഞ്ഞത് നിൽക്കും തോറും അടി കടക്കാൻ നോക്കുന്നു. പക്ഷെ എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് എന്റെ പർപ്പസ് നിലവേ നിൽക്കണമെന്നുള്ള നിങ്ങളുടെ പർപ്പസ് ആ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, വ്യത്യസ്തമായ ദേശങ്ങളിൽ നിങ്ങൾ നിൽക്കണമെന്നുള്ളതാണ്. ആ പർപ്പസ് നമ്മുടെ കിടക്കുമ്പോൾ ഒരാവണക്ക് കൊണ്ട് തൃപ്തിപ്പെടാം എന്ന് വിചാരിച്ചാൽ ദൈവം ആ കംഫർട്ട് സോണിനെ പൊളിച്ചു മാറ്റും. എന്റെ ലൈഫിൽ ഞാൻ പറയുകയാണ്, ചില കംഫർട്ട് സോണുകൾ പൊളിയുമ്പോൾ ഓർത്തു, അവൻ പുതിയത് ഒരുക്കിയിട്ടുണ്ട്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമോ. ഇതുപോലെ ശക്തമായി വിശ്വസിച്ചുകൊള്ളുക. അവൻ എന്ത് സംഭവിക്കണോ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒന്നും നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, അവൻ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ അടുത്തുള്ള പക്ഷേ സാക്ഷി കേൾക്കുമ്പോ നിങ്ങളുടെ ഭാര്യ ഉണ്ടോ, നിങ്ങളുടെ ഭർത്താവുണ്ടോ, മക്കളുണ്ടോ, ഒന്ന് അവർ തൊട്ടു ഭാരപ്പെടണം കേട്ടോ. ഇത് സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാ, ഇത് സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാ. ശരിക്കും ഞാൻ പറഞ്ഞു, ചില കംഫർട്ട് പൊട്ടുമ്പോ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ടാണ് പൊട്ടിയേ അല്ലേ? ചിലത് നമ്മളെ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുന്ന ചില വ്യക്തികളാണ്. അവര് പെട്ടെന്ന് മാറുമ്പോൾ അവർ എന്തുകൊണ്ടാണ് മാറിയേ? കുഞ്ഞെ അവർ മാറിയിട്ടില്ല, ഡിവൈൻ സോഴ്സ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ തുരുത്തിയിലെ വെള്ളവും അപ്പവും എന്നും കൊടുക്കുന്ന അബ്രഹാം കൂടെ ഉണ്ടെങ്കിലേ ആർക്കും ഒരിക്കലും അടയ്ക്കാൻ കഴിയാത്ത ഉറവ സ്വർഗത്തിന് കഴിയത്തില്ലെന്ന്. ആർക്കും ഒരിക്കലും അടയ്ക്കാൻ കഴിയാത്ത ഉറവ തുറക്കണമെങ്കിൽ ഈ കംഫർട്ട് സോണായ അബ്രഹാമിന്റെ കയ്യിലെ വരവ് നിൽക്കണം. എങ്കിൽ മാത്രമേ ഡിവൈൻ പ്രൊവിഷൻ ഓപ്പൺ ചെയ്യപ്പെടുകയുള്ളൂ. ഇന്ന് പകൽക്കാലവും ഏതൊക്കെയോ സോഴ്സുകൾ അടഞ്ഞു പോയ നിമിത്തം ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മൂവ് ചെയ്യും, എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, എന്റെ കുഞ്ഞിന്റെ ഭാവി എങ്ങനെ ചെയ്യും, ചർച്ച എങ്ങനെ മൂവ് ചെയ്യും എന്നോർത്ത് ഭാരപ്പെടുമെങ്കിൽ ഒരു മനുഷ്യനിലേക്ക് നോക്കണം. നിന്റെ പ്രൊവിഷൻ അത് സ്വർഗം. നമ്മുടെ പ്രൊവിഷൻ അത് രാജാവായ കർത്താവ്. നമ്മുടെ പ്രൊവിഷൻ അത് സർവശക്തനായ ദൈവമാണ്. അത് ഉറച്ച് വിശ്വസിക്കാറിയാകട്ടെ. ഞാൻ കർത്താവിന്റെ സൗകര്യം എനിക്ക് നല്ലൊരു കംഫർട്ടമാണല്ലോ. നിങ്ങൾ വിശ്വസിക്കണം, കോവിഡ് കാലത്ത് അനേക പട്ടണിയിലേക്ക് പോയി, അനേക ദിവസം മീറ്റിംഗ് ഇല്ലാതായി. അതിന് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു. ഞാൻ ഓർത്തു, ഈ കോവിഡ് കാലത്ത് ഞാൻ നാട്ടിലാണെങ്കിൽ സത്യമായി എങ്ങനെ സർവ്വം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്റെ അവസ്ഥ പറഞ്ഞു. പക്ഷേ ആ കോവിഡ് കാലം തൊട്ട് എന്റെ ലൈഫിൽ ബ്ലെസ്സിംഗ് വെളിപ്പെടാൻ തുടങ്ങി. എന്റെ ആ ദൈവത്തിന്റെ റൈറ്റ് ടൈമിനകത്തേക്ക് ഞാൻ കയറി നിൽക്കാൻ തുടങ്ങി. ആ പരീക്ഷയുടെ ആ യേശുവിനെ വെളിപ്പെട്ട 40 ദിവസത്തെ പീരീഡിലെ എന്റെ ലൈഫ് വെളിപ്പെട്ട
6-7 വർഷമുള്ള പീരീഡ് പുറത്തു പോകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ കപ്പടത്തും പൊട്ടുന്നത്? എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണം. ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നീ ചെല്ലണമെങ്കിൽ ഈ കപ്പടത്തുകൾ പൊട്ടണം. അത് പൊട്ടിയില്ലെങ്കിൽ അവിടെ ചെല്ലത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൂതകൾ അനേകം പറഞ്ഞു, ഒന്നിച്ചിട്ടോ അഭിഷിക്തരല്ല, പല അഭിഷിക്തന്മാര്, ദൈവങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്നത്, നിങ്ങൾ ആഫ്രിക്കയിലുള്ളവരാണ്. ഇതൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറയാം, ഞാൻ ആഫ്രിക്കയിൽ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ആഫ്രിക്കയെ എനിക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ നിങ്ങൾ പലതരം നീരസോന്നല്ല, ഞാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞു, ആഫ്രിക്കയെ എനിക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമേരിക്കയ്ക്ക് പോകാം, ഞാൻ ഓസ്ട്രേലിയക്ക് പോകാം, ഞാൻ ന്യൂസിലൻഡിൽ പോകാം, ഞാൻ യുക്തയോടെ പോകാതെ, ഞാൻ കാനഡ പോകാതെ, അതൊന്നും അല്ലാതെ ലോകത്തിലെ ആ രണ്ടാമത്തെ ദരിദ്ര രാജ്യമായ ഉദാഹരണത്തിൽ പോകുന്നത്. ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയം ഞാനൊന്ന് വൈകൂടെ ക്യാമ്പിൽ പോകുമ്പോൾ ഞങ്ങളെ പേപ്പർ ടിക്കറ്റ് ചെയ്തു. ഞങ്ങൾ ഫയൽ ചെയ്തു, അതിന്റെ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നിൽക്കാം. ഞങ്ങളുടെ മനസ്സിൽ വാഗ്ദത്തം കേട്ടത് ആഫ്രിക്കയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സത്യമായിട്ടും ആഫ്രിക്കയില്ല. ഞാൻ ഓപ്പൺ ആയിക്കോട്ടോ, ഞാൻ സാക്ഷ്യത്തിൽ ഓപ്പൺ ആയി തുറക്കുകയാണ്. കാരണം ദൈവം നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായി തുറക്കുന്നത്. കാരണം ഇത് നിങ്ങളെ വിലപ്പെടുത്താൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയി കാര്യം ഷെയർ ചെയ്തത്. എന്റെ ഹൃദയത്തിൽ ആഫ്രിക്കയില്ല. ഇപ്പൊ എന്നോടൊപ്പം എന്റെ ഭവനത്തിൽ നേരത്തെ ഈ ടിവിയോടി സാക്ഷി ഒരു പാസ്റ്റർ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം 19 വർഷം ആഫ്രിക്കയിൽ ഒറ്റ വിശ്വാസ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം ലോകത്തിന്റെ കർത്താവിനെ വേല ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ വിട്ടിട്ട് നാട്ടിൽ വന്നു. ആഫ്രിക്ക എന്ന ഒറ്റ സ്വപ്നത്തിൽ ആഫ്രിക്ക മാത്രം ഗർഭം ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ദൂതകൾക്കൊന്നും നല്ല ഗൾഫ് വന്നു, എന്റെ ഭാര്യ ദൂതകൾക്കൊന്നും. പക്ഷേ ഞങ്ങൾ ആഫ്രിക്കയെ ഗർഭം ധരിച്ചില്ല. കാരണം മനസ്സുകൊണ്ട് ആഫ്രിക്ക എന്ന രാജ്യത്തെ ഉൾക്കൊള്ളാൻ അനുവദിക്കില്ല. അതിനെ സാധിച്ചിട്ടില്ല. അതാണ് സത്യം. ദൈവം യോനോട് പറഞ്ഞ പോലെ യോനയ്ക്ക് നിലവിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ കംഫർട്ട് സോണുകളെല്ലാം പൊളിച്ചു. നോക്കുന്ന ജോലിയുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ജീവിതത്തിൽ പലതിലും പ്രയാസം അനുഭവിക്കാം. നേരത്തെ ആ രോഗം കഴിഞ്ഞ് ഈ അറ്റാക്കും ക്യാൻസറും വന്ന ശേഷമുള്ള രോഗം കഴിഞ്ഞ് ഉണ്ടായ സാമ്പത്തിക ബാധ്യത തീർന്നില്ല. ഇതെല്ലാം അപ്പോഴും ഭൂമിയിലിരിക്കുകയാണ്. ഇതിനെനിക്ക് വേറെ സംഭവങ്ങളുണ്ടായി, അതുകൊണ്ട് ഷെയർ ചെയ്യാം. ഈ 2020 ഞാൻ സൗദി നിൽക്കുന്ന സമയം, സൗദിയിലായിരുന്ന സമയം കോവിഡ് വന്നു. 2021 ആണ്ടുകൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് കോവിഡ് പിടിച്ചു. ശ്രദ്ധിക്കണേ, ക്യാൻസർ സമയത്ത് ന്യൂമോണിയ വന്നതുകൊണ്ട് ഈ കോവിഡ് വന്നതുകൊണ്ട് എനിക്ക് ന്യൂമോണിയാണ്. ഒരു വ്യക്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ല, ആരും അടുത്ത് വരുന്നില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് റോഡ് വരെ മാക്സിമം ഒരു 50 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഈ റോഡ് വരെത്താൻ ഏകദേശം 20 മിനിറ്റ് കൂടുതലെടുത്തു. കാരണം 2 സ്റ്റെപ്പ് വെക്കുമ്പോ വീസിംഗ് ഉണ്ടാവും. വീസിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ തലയിലേക്ക് ഇരിക്കും, നടക്കാൻ വരിക. ന്യൂമോണിയ അത്രയ്ക്ക് ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ കാറ്റെടുത്ത് വന്ന് ഈ റോഡ് വന്നു, കാറ്റ് വന്നു, ഈ ബോധമെല്ലാം അപ്പുറം മൂടി. പനിയാണ്, ബോധം ഞാൻ പട്ടി കേട്ടില്ല. പനിയാണ്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടു. അവൻ പാസ്പോർട്ട് എല്ലാം കാണിച്ചു. അവർ കയറ്റി ചെയ്തു. അവിടെയും ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അവിടെയും ഞാൻ ഈ ഹോസ്പിറ്റലിൽ നേരിടുമ്പോൾ നമ്മുടെ മലയാളം നേരിട്ടുമാറുണ്ട്. അവരെല്ലാം സഭകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഞാൻ വെല്ലുന്ന കാര്യം നാട്ടിലും പലതാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്നുള്ളത്, 1-2 എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞ ദർശനങ്ങൾ. ആശുപത്രി ദൈവപ്രകാരമാണോ സൗദിക്ക് പോയെ? വെള്ളം പോലെ തീർക്കൊണ്ട് ഞങ്ങൾ കാണുന്നു. അങ്ങനെ വരെ ലൈഫോട് ചൂടുവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പറയാനുള്ള താല്പര്യം, നിന്റെ മേൽ ഒരു വാർത്ത ഉണ്ടെങ്കിൽ ആരും കൊണ്ട് ജന്മിയാക്കി മാറ്റാൻ ആരൊക്കെ വിധിയിട്ടാലും നടക്കത്തില്ല. നടക്കത്തില്ലെന്നേ ഉറപ്പിച്ചു പറയുക, നടക്കത്തില്ലെന്ന്. ഏത് രോഗം വിധിക്കട്ടെ, ഏത് ക്യാൻസറിന്റെ മാറട്ടെ, ഏത് വെല്ലത്തിൽ പോകട്ടെ, നിന്റെ മേൽ വാർത്തകളുണ്ടോ, നീ ആരും കൊണ്ട് ജന്മിയാകത്തില്ല.
നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ജീവനോടിരിക്കും, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ധൈര്യത്തോടെ പറയുന്നേ, ബലക്ഷയമായ നിങ്ങളുടെ ബോഡിയെ നോക്കി നിങ്ങൾ പറയാം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്നു, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ശോഷിച്ചുമായി നിങ്ങൾ തൊട്ടു നോക്കി പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തം കാണാതെ ഞാൻ മരിക്കത്തില്ല. ഭാരനായി പോയ അവൻ പ്രൊഡക്ടിവിറ്റി നിന്നുപോയ നിങ്ങളുടെ ഉദരത്തെ നോക്കി നിങ്ങൾ പറയാം, ഈ വാഗ്ദത്തം കാണാതെ ഞാൻ മരിക്കുന്നില്ല. വിളിച്ചു പറയുന്ന ധൈര്യത്തോടെ വിളിച്ചു പറയാം, അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പം ക്യാൻസർ വന്നവരിലേക്ക് പോയി, കോവിഡ് വന്നവരിലേക്ക് പോയി, അറ്റാക്ക് വന്ന് സ്റ്റെൻഡിട്ടു, പക്ഷെ ഇതൊന്നും എന്നെ തൊട്ടില്ല. ഈ എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം അറിയാമോ, പിശാചിന് ഏറ്റവും കൂടുതൽ നമ്മെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ പുറമേ കാണുന്ന ബോഡിയെ അവന് സ്പർശിക്കാം. കാരണം പിശാചിന്റെ മേലുള്ള ശാപം നീ നിലത്തിലെ പൊടി നക്കും എന്നതാണ്, അല്ലേ? അതാണ് പിശാചിനുള്ള ശാപം. നമ്മുടെ ബോഡി എന്താ? ഈ ഫിസിക്കൽ ബോഡി നിലത്തിലെ പൊടിയാണ്. ഈ നിലത്തിലെ പൊടിയായ ഈ ബോഡിയെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷേ എന്റെ സ്പിരിറ്റ് മാനെ അവന് തൊടാൻ കഴിയത്തില്ല. നിന്റെ അകത്ത മനുഷ്യൻ ആക്റ്റീവ് ആണെങ്കിൽ, നിന്റെ അകത്ത മനുഷ്യൻ ബലത്തോടിരുന്നാൽ നിന്നെ ഒന്നും ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അകത്ത മനുഷ്യനെ ആക്റ്റീവാക്കുക, അകത്ത മനുഷ്യന് ആഹാരം കൊടുക്കുക, അകത്ത മനുഷ്യനെ അവൻ ബലപ്പെടുത്തുക. ഈ അകത്ത മനുഷ്യൻ ബലത്തോടിരുന്നാൽ തീയുടെ മടങ്ങ് 7 മടങ്ങ് വർദ്ധിച്ചാലും, സിംഹത്തിന്റെ മുഖത്തിന്റെ തുറന്നിട്ടാലും നീ ധൈര്യമായി അതിനകത്ത് നടക്കും. കാരണം നിന്റെ അകത്ത മനുഷ്യനെ തൊടുവാൻ സ്വർഗം ഒന്നിനെയും അനുവദിക്കുകയില്ല. നല്ലൊരു ആമേൻ പറഞ്ഞു. കാരണം ഈ പുറത്തെ നമ്മുടെ ദുഃഖിക്കുന്ന പുറത്തെ മനുഷ്യന് ഒതുക്കപ്പെടക്കുക, പുറത്തെ മനുഷ്യൻ മൈനേ. കാരണം പുറത്തെ മനുഷ്യൻ തൊടും, അതിനെ ജനമുള്ളേ അവന് നമ്മിൽ എന്തെങ്കിലും അവകാശം വരാൻ കഴിയുമെങ്കിൽ ഈ മണ്ണോട് മാത്രമേ, ഈ പുറത്തെ ബോധോട് മാത്രമേ അവൻ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അകത്ത മനുഷ്യൻ അവനെ സ്വർഗമായി കണക്ട് ചെയ്യുന്നത്, പ്രാണപ്രിയനായ ദൈവമായി കണക്ട് ചെയ്ത് അവന് എന്റെ അകത്ത മനുഷ്യന് അവനെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ കംഫർട്ട് സോണെല്ലാം ഞാൻ ദുബായി വന്നു ജോലി ചെയ്യുന്നു, പക്ഷേ നന്മകൾ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ സാലറി ചോദിച്ചു, സാലറി തരുന്നില്ല. കറക്റ്റ് സമയത്ത് തരുന്നുണ്ടോ? കറക്റ്റ് സമയത്ത് തരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും സ്ട്രഗിൾ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതിക്കകത്ത് ഈ പൂർണ്ണമായി നിൽക്കാം. ഈ പ്രശ്നമൊന്നും മാറത്തില്ല. അങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ നോക്കണേ, കോട്ടയത്ത് 2016 വരെ ഒരു പ്രതികൂലവും ഒരു പ്രശ്നമില്ലാതെ വ്യക്തിയാണ്. ഒരു ബാധ്യത എനിക്കുണ്ടായിരുന്നില്ല, ഒരു ക്രൈസിസ് എനിക്കുണ്ടായിരുന്നില്ല, ഒന്നിനും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. പക്ഷെ അതിന് ശേഷം ദൈവം എന്നെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തേക്ക് എന്നെ കൊണ്ടുവരുവാൻ എന്നെ കടത്തിവിട്ട വഴികൾ, കടത്തിവിട്ട പാതകൾ, അതിന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ദുബായിലായിരിക്കുന്ന സമയത്ത് എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണ ബന്ധത്തിൽ നാട്ടിൽ പോകണമെന്ന് 2024 ഏപ്രിൽ നാട്ടിൽ പോകണമെന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ വീട്ടിലായിരിക്കും. എനിക്ക് മുംബൈ ഒരു കോളും റോസ് വാങ്ങണം, അവരെ കൺസൾട്ട് മുംബൈ അവരുടെ ഒരു കോളും ഒരു കമ്പനി ഫൈനാൻസ് കൺട്രോളർ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ക്യാമ്പിൽ താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വാഗ്ദാന മണ്ണാണ്, എനിക്ക് യാതൊരു സ്വപ്നങ്ങളൊന്നുമില്ല. അപ്പം ചോദിക്കുകയാണ് താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ഈ ജോലി അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാറില്ല. കാരണം ഞാനിവിടെ ചെയ്തിരിക്കുമല്ലേ, ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഒരു കൊടുക്കാറില്ല. ഇവർക്ക് ലിഖിക്കുന്ന എന്റെ പഴയ ഇവർക്ക് കിട്ടി. ഇവർ ആ റെസ്യൂം എടുത്ത് എനിക്ക് 20 റെസ്യൂം എടുത്തു. ആ എടുത്തത് എന്നെ മാത്രം ഫയൽ ചെയ്തത് ഈ കൺസൾട്ടൻസിന്. അവർ എന്നെ ഫയൽ ചെയ്തത് ഇവരുടെ കമ്പനിക്ക് എന്റെ റെസ്യൂം അയച്ചു കൊടുത്തു. റെസ്യൂം അയച്ചു കൊടുത്തെങ്കിൽ അവർ പറഞ്ഞു ഈ വ്യക്തി റിവ്യൂ ചെയ്യാമോ? അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യമാണോ? അപ്പൊ ഞാൻ വായിക്കേണ്ടതാണ്.
അപ്പൊ എനിക്ക് ദുബായി കിട്ടുന്ന പാക്കേജ് കൂടുതലല്ല ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഉറപ്പൊന്നുമില്ല, യാതൊരു ഉറപ്പില്ല, എനിക്ക് ആദ്യം ഇതുമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു. അവരുടെ കുഴപ്പമില്ല, കമ്പനി സംസാരിക്കാൻ തോന്നുന്നു. നേരെ കമ്പനി കമ്പനി സംസാരിച്ചു. ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറും ഫിനാൻസ് ഡയറക്ടറും കൂടെ ഇന്റർവ്യൂ ചെയ്തു. 3 ദിവസം ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അവർ അംഗീകരിച്ചു. ഒരാളെ പറയാമോ? ഞാൻ പറഞ്ഞ ഡിമാൻഡ് അവർ അംഗീകരിച്ചു. അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യമുള്ളത്, ഈ കമ്പനിയിൽ ഇതുവരെ ഫൈനാൻസ് കൺട്രോളർ എന്ന ഒരു പോസ്റ്റ് ഉണ്ടായിട്ടില്ല. അവരാദ്യമായിട്ട് ആ പോസ്റ്റ് കമ്പനിയിൽ ചെയ്തു. ആ കമ്പനിയിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തു, ആദ്യമായിട്ട് റിക്രൂട്ട് എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു മാറിപ്പോയി പറഞ്ഞു, എനിക്ക് ഫാമിലി വിസയാണ്, ദുബായിക്ക് ഫാമിലി വിസയല്ല, ഞാൻ തന്നെ അഭിഷേകിക്കുന്നത്. എനിക്ക് ഫാമിലി വിസയാണ്, എന്റെ മോനും വേണം, എനിക്ക് വിസയാണ്, എനിക്ക് സ്വന്തമായിട്ട് വേണം, വാഹനം വളരെ, എനിക്ക് സ്വന്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നല്ല വീട് വേണം. ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ആ ഒരു മടിയും പറഞ്ഞില്ല. ഇതിന്റെ ഡിമാൻഡ് എല്ലാം ഞാൻ അംഗീകരിച്ചു. ശ്രദ്ധിക്കുന്നതിന് ദൈവത്തിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തുവാൻ ദൈവം നമുക്ക് തുറക്കുന്ന വഴികളാണ്. അപ്പം വിശാലമെന്ന് നമ്മൾ കരുതുന്ന ചില ഡോറുകൾ അടയുമ്പോൾ നമ്മൾ ഓർത്തോണേ, ആ യഥാർത്ഥ വിശാല ഡോറുകൾ നമുക്ക് തുറക്കാൻ പോകുന്നില്ല. അങ്ങനെ 1 രൂപ പോലും എനിക്ക് ചെലവില്ല. ഞങ്ങൾ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലെ ചിവാറ്റ് എന്ന സ്ഥലത്ത് ഇവിടുത്തെ ഫേമസ് ആയ സൺസെറ്റ് എന്ന അപ്പാർട്ട്മെന്റിൽ 3 BHK ഒരു നല്ല ഫ്ലാറ്റ്, നല്ലൊരു വാഹനം തന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വർഗം ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ ഞങ്ങളെ പാർപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഒരു കാര്യം പറയാൻ, ഈ നമ്മള് ഉഗാണ്ട എന്നൊക്കെ പറയുക അല്ലേ, നമ്മൾ ഉഗാണ്ട എന്നൊക്കെ പറയും. ഈ നമ്മൾ ഉഗാണ്ട പറയുമ്പോഴേക്കും നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ പറയുന്നത്? നീ അവിടെ പോവാണ്, ഉഗാണ്ട പോവുകയാണ് അല്ലേ, അപ്പൊ അതിന്റെ അർത്ഥം ഈ പണ്ട് നദിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നഷ്ടത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ അല്ലേ? ഇതുവരെ നഷ്ടത്തിൽ നിന്നും ഒരു നന്മയും വരുന്നില്ല. ഞാൻ കല്യാണം 2004 കഴിഞ്ഞ നീണ്ട 22 വർഷമായി ഒരു 13ഓളം വാടകയുടെ വാടകയിൽ താമസിച്ചു. പക്ഷെ ഉഗാണ്ട ഞാൻ വന്നതിന്റെ 6ാം മാസം സ്വർഗം സ്വന്തമായി 11 സെന്റ് സ്ഥലം മേടിക്കുവാൻ, അതിൽ 2200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിനേക്കുള്ള വഴി എന്റെ സ്വർഗം തോന്നുന്നു. ഒരാമൻ പറയാമോ? നിങ്ങൾക്ക് ഒരാമൻ പറയാമോ? ഞാൻ പറഞ്ഞത് ഒന്നും സാധ്യമല്ല എന്ന് ലോകം വിധി എന്ന് തുക പറയാൻ, എന്റെ പർപ്പസിലേക്ക് നീ വന്ന് കയറുമോ? നിന്റെ കാര്യങ്ങൾ ഞാൻ കൊടുക്കാറില്ല. ഞാനിവിടെ വന്നു 6ാം മാസം ദൈവം എനിക്ക് വേണ്ടി അപ്രകാരം വഴികൊടുക്കാൻ കഴിയായി. ഈ കഴിഞ്ഞ 2 വർഷമാണ് ഞാൻ ദേശത്തുണ്ട്. കർത്താവിന്റെ കൃപയാൽ 3 ബൈബിൾ സ്കൂളുണ്ട് ഇവിടെ തുടങ്ങാൻ ഭാഗ്യം ചെയ്തു. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന പേരിൽ 3 ബൈബിൾ സ്കൂളുകൾ തുടങ്ങി വില്ലേജുകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സന്തോഷമാണ് അറിയാമോ? നിങ്ങൾക്കറിയാമോ, ഈ മണ്ണ് കൊണ്ട് അടയുണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? മണ്ണിലെ മണ്ണ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൂടി കഴിക്കുന്ന മണ്ണിലെ ആ മണ്ണ് കൊണ്ട് അടയുണ്ടാക്കി കഴിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 12 വയസ്സുള്ള അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 12 വയസ്സുള്ള എന്റെ മോന് 21 വയസ്സുണ്ട്. 12-13 വയസ്സുള്ള അമ്മമാരുണ്ട് ഇവിടെ. ഒരു നേരം ആഹാരം വാങ്ങിയില്ലാതെ 4-5 ദിവസം പട്ടിണി കിടന്നു. പച്ചവെള്ളം പോലും കുടിക്കാനല്ലാതെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ദൈവം നമുക്ക് സമൃദ്ധി തന്നിരിക്കുമ്പോ, ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിരിക്കുമ്പോ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുമ്പോ നമ്മളെ എത്രമാത്രം സ്തുതിക്കട്ടെ, എത്രയധികം നമ്മൾ സ്തുതിക്കട്ടെ. നെഗ്ലക്ട് ചെയ്യരുതേ, വിചാരിക്കരുതേ. ദൈവം ആരോഗ്യം തന്നിരിക്കുമ്പോ അവർ നന്ദി കൽപ്പിച്ചോണം.
ഒരു നേരത്തെ ആഹാരം പോലും പാഴാക്കരുത്. ഈ ദേശം വന്നപ്പോ ഇവിടുത്തെ വില്ലേജുകളിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ കണ്ണുനീരോടല്ലാതെ നമുക്ക് പറയാൻ കഴിയത്തില്ല. പല വില്ലേജുകളിൽ ചെല്ലണം. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ സാധാരണ ടൗണിലെ വില്ലേജിലേക്കാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ദിവസം വരുമാനം എന്നുള്ളത് 3000 shillings ആണ്. ഈ 3000 shillings എന്നുള്ളത് നാട്ടിലെ ഒരു 65-70 രൂപ വരും. ഇതാണ് ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ ശമ്പളം. ഇവിടെ ഒരു കിലോ പഞ്ചസാരയ്ക്ക് 4500 shillings കൊടുക്കണം. അതായത് ഒരു വ്യക്തിയുടെ 1.5 ദിവസത്തെ ശമ്പളമാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് കൊടുക്കേണ്ടത്. ഒരു കിലോ അരിക്ക് 4500 shillings. ഒരു വ്യക്തിയുടെ 1.5 ദിവസത്തെ ശമ്പളമാണ് ഒരു കിലോ അരിയുടെ വില. ഇവിടെ നമ്മുടെ നാട്ടിൽ കടലല്ല കിട്ടുന്നത്, സിലോപ്പിയാണ് കിട്ടുന്നത്. ഒരു സിലോപ്പിയയിൽ 15000 രൂപ, 20000 രൂപ, 15000 രൂപ, ഇതാണ് വില. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു സാധാരണ 3000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വ്യക്തി അവൻ ഒരാഴ്ച പണിയണം ഒരു സിലോപ്പിയുടെ ഒരു ചാറ് ചോറ് തന്നെ കഴിക്കണമെങ്കിൽ. എനിക്ക് പണ്ട് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള കുടുംബത്തിലാണ് 4-5 കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിലുള്ളത്. ഈ 4-5 കുടുംബങ്ങളുള്ളപ്പോ, ഈ കുഞ്ഞുങ്ങളുള്ളപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളുകളായിട്ടുള്ള സ്കൂളുകളില്ല. ഇവിടെ എല്ലാ സ്കൂളും ഫീസാണ്. ഇവിടെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോയ അവിടെ ഫീസാണ്. ഫ്രീ ട്രീറ്റ്മെന്റ് ഇവിടെ, ഫ്രീ എഡ്യൂക്കേഷൻ ഇവിടെ. മെഡിക്കൽ എല്ലാം ഭയങ്കര റേറ്റ് ആണ്. ഡോക്ടർ കൺസൾട്ടേഷൻ ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ട് ഈ വില്ലേജുകളിലൊക്കെ ഡോക്ടർ ഒരു മഴ വന്നാൽ ഡോക്ടർക്ക് കാണാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ മരിക്കുന്നത് അനേകരും അൾസർ വന്നാണ് മരിക്കുന്നത്. അൾസർ എന്തുകൊണ്ടാണ് അൾസർ അറിയാമോ? ആഹാരം കഴിക്കണ്ടേ, കഴിക്കാൻ ആഹാരം വേണ്ടേ? സ്ത്രീകൾ അധികവും മരിക്കുന്നത് അൾസർ വന്നാണ്. പ്രാർത്ഥിക്കണം കേട്ടോ, നിങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി കഥ ഉയർത്തണം. ആഴ്ച ഒരു ദിവസമെങ്കിലും, മാസം ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉദാഹരണത്തിന് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം പ്രതികൂലതയോട് ശരിയാണ്, ഇന്ത്യൻ പീഡനങ്ങളെക്കൊണ്ട് ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ ഞാൻ കാണാത്തതാണ് ഇവിടെ കണ്ടത്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒന്നും വലിയ ആഹാരമില്ലേ? ഇല്ലേ? ഒരു ദിവസം കഴിച്ച് 2 ദിവസം കഴിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ ദിവസങ്ങൾ കഴിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ ഒരു ബൈബിളിന്റെ വില 40,000 shillings. ഒരു ബൈബിളിന്റെ വില, ബൈബിൾ പോലും വാങ്ങാൻ പറ്റാത്ത വിശ്വാസങ്ങളുണ്ട്. ഈ ദേശത്തിന്റെ നമ്മുടെ സമ്പത്തുള്ളവരുടെ സമ്പത്തുണ്ട്, സമ്പത്തില്ലാത്തവരുടെ ഒന്നുമില്ല. പാവങ്ങളാണ്. പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ രാജ്യത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആർക്കും യുഗാരുടെ കുറിച്ച് ആത്മാറുണ്ടെങ്കിൽ അങ്ങനെ സ്വാഗതം ചെയ്യുക. നിങ്ങൾ വാ, നിങ്ങൾ വന്ന് നിങ്ങൾ കുടുംബത്തോട് വിവരിച്ച് കർത്താവിനെ വേല ചെയ്യും. അത് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അവൻ ഭയങ്കരമായ മാലിന്യക്കറിയാണ്. വചനം പറയുന്ന മുൻപേ അവിടെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതുകൊണ്ട് സകലവും നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ബൈബിളിൽ ചെയ്യും. ദാഹത്തോടെ അവരെ വചനം പഠിപ്പിച്ച് അവരെ വില്ലേജുകളിലേക്ക് അവരെ അയക്കുകയാണ്. ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ അയച്ചപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എന്ത് നമ്മൾ കൊടുക്കണം. 2, ഇവിടെ നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടില്ല, ട്രാൻസ്പോർട്ട് ബസ്സുകളില്ല, ട്രെയിൻ ഇവിടെ ടാക്സിയാണ്, ഭയങ്കര ചാർജ്. 5000 shilling, 5000 shilling ആണ് മിനിമം ചാർജ് വരുന്നത്. 5000 shilling എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ 2 ദിവസത്തെ പണിക്കൂലിയാണ്. ഇല്ലെങ്കിൽ മനുഷ്യന്റെ 2 ദിവസം പണിക്കൂലിയാണ് 5000 shilling എന്ന് പറയുന്നത്. പിന്നെ ബോർഡോടെ ബൈക്കാണ്, ബോർഡോടെ ബൈക്ക് പോകുന്ന ബോർഡോടെ പറയുന്നത്. അതിന് 2000, 3000, 5000 ചാർജസ്. ഈ പാവങ്ങൾ എവിടെ ജീവിക്കാൻ? അപ്പൊ നമ്മൾ അവരുടെ റിസ്കിലേക്ക് പോകണം. 2, ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റാത്തതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കും. അപ്പോഴും രാവിലെ പണിക്ക് പോകും. ഈ കുഞ്ഞുങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടും. അറിയാമോ?
ഈ കുഞ്ഞുങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടും. കാരണം അവർക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇവിടെ സ്മാർട്ട് ഫോൺ കാണാൻ നമുക്ക് അറിയാൻ കഴിയില്ലെന്ന്. ഇന്നും പണ്ടത്തെ നോക്കിയ കീപാഡ് ഫോണില്ലേ, അതുകൊണ്ടാണ് അധികം പേര് ശ്രദ്ധിക്കുന്നത്. അവർക്ക് വാട്സപ്പ് ഇല്ല, അവർക്ക് ഫേസ്ബുക്ക് ഇല്ല, അവർക്ക് ഇന്റർനെറ്റ് അറിയത്തില്ല, ലോകരാജ്യത്തിൽ എന്താ സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ലെന്ന്. ഞാൻ പറയുന്നത് തീരുമാനമാണ്. അല്ലെങ്കിൽ മണ്ണുകൊണ്ട് അടയുണ്ടാക്കി കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡെവലപ്മെന്റ് മനസ്സിലാക്കാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ എത്ര ഫോണുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ 40 ഫോണാണ് അല്ലേ? ഇവിടെ ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ കീപാഡ് ഫോണാണ്. കാരണം സ്മാർട്ട് ഫോണിന് പൈസയില്ല. നമ്മൾക്കൊക്കെ ഒരു ബൈക്ക് മേടിച്ചു കൊടുത്ത് നമ്മുടെ സാഹചര്യം കൊടുക്കാൻ എത്ര ആത്മാക്കളുടെ നേടുന്നറിയാമോ? എത്ര ആത്മാക്കളുടെ നേടുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. നിനക്കൊന്ന് ആലോചിക്കാമോ? 13 വയസ്സുള്ള അമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച്, 13 വയസ്സുള്ള അമ്മയാണ്. അവിടെ ബാല്യം പോയില്ലേ, അവിടെ കൗമാരം പോയില്ലേ, അവർക്ക് ജീവിതത്തിൽ എന്താ സന്തോഷകരമായി? ഇതാണ് ഈ ദേശം. നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ, ഇതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മീയ വേണ്ടി നിങ്ങൾ കരം ഉയർത്തണം. നിങ്ങൾ ആത്മീയ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ആഗ്രഹം ഒരു സ്കൂൾ, വില്ലേജ്, ഇങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങണം. അവർക്ക് ഫീസ് എടുത്തല്ല, അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം. അവരെ ഡെവലപ്പ് ചെയ്യണം. അവർക്ക് അവരുടെ ക്ലാസ്സുകൾ ചെയ്യണം. എന്റെ വൈഫ് വേണ്ടി ഈ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ സഹോദരങ്ങളെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തിട്ട് നമ്മളെ കഴിയുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ ലൈഫ് സ്റ്റൈൽ അവരെ മാറ്റുക, അവരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക, പഠിപ്പിക്കുക. ഇതൊക്കെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്റെ ടീം തന്നെ സേവ്, സെർവ് ആൻഡ് ബി എ ഷെൽട്ടർ. അത് രക്ഷിക്കുക, അവർക്ക് സെർവ് ചെയ്യുക, അവർക്കൊരു ഷെൽട്ടർ ആയിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ടീം തന്നെ. പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഞാൻ നിങ്ങളോട് എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും ആത്മഭാരത്തോടെ ഈ രാജ്യത്തോട് ഒന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും വിഗ്രഹിച്ചത് 135 ജില്ലകൾ കൂടുന്നതാണ്, 136 ജില്ലകൾ കൂടുന്നതാണ് ഉഗാണ്ടയുടെ രാജ്യം. 5 റീജിയൻ ഉഗാണ്ട, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, സെൻട്രൽ. ഈ 5 റീജിയനാണ് ഉഗാണ്ട. ഇത് ചെറിയ രാജ്യമാണ്, പക്ഷേ ഏറ്റവും അധികം മദ്യപാനികളുണ്ട്. ഇത് ക്രിസ്തീയ രാജ്യമാണ്, പക്ഷേ ബാറുകൾ, മോഡേൺ ലൈഫിൽ ഒത്തിരി ഡീഗ്രൻസാണ്. ഫാമിലി ലൈഫിന് വലിയ വിലയൊന്നും കൊടുക്കാത്തതാണ്. ഒരു വ്യക്തിക്ക് തന്നെ 2-3 ഭാര്യമാർ. കല്യാണം കഴിക്കാത്തവരെല്ലാം താമസിക്കുന്നത് തന്നെ. കല്യാണം കഴിച്ച ഒരു ചുരുക്കമാണ്. അല്ലാതെ ജീവിച്ചു പോകുന്നതും തലമുറ ഉണ്ടാവുക, അതിനുശേഷം പുരുഷൻ വേറെ പോവുക, ഈ സ്ത്രീ സിംഗിൾ മദറായിട്ട് നടക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കാണാൻ സാധിക്കുമോ? ഈ ദേശത്തിൽ വിടുന്ന ആളുകളല്ലേ, ഈ ദേശത്ത് ദൈവം വെളിപ്പെട്ട ആളുകളല്ലേ? പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം ഞങ്ങളെ ഈ ദേശത്തേക്ക് തന്റെ പർപ്പസിലായിരിക്കുക. എനിക്കറിയാം, ഞാൻ ജോലിയോടെ നിൽക്കുന്നെങ്കിലും എന്റെ പ്രൈമറി അല്ല. എന്റെ പ്രൈമറി ഉള്ളത് ആത്മാവിന്റെ നേടിയെടുക്കാനുള്ളത്, ജനത്തെ രക്ഷയിലേക്ക് നയിക്കാനുള്ളതാണ്. അതാണ് പ്രൈമറി. പക്ഷേ ഈ ജോലിയുടെ ബന്ധത്തിലല്ല പൊതുവെ എത്തിച്ചിരിക്കുന്നത്. എത്രനാൾ ഈ ജോലിയുടെ മുമ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ആഫ്രിക്കൻ മണ്ണിൽ കർത്താവിനെ എഴുതിക്കുക, ഞങ്ങൾ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. ആത്മാവിൽ നിന്നാണ് ജനത്തെ ലഭിക്കണം. ഇവിടുത്തെ ഈ തലമുറ കൃത്യമെങ്കിലും പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര വിഷമോ. എന്റെ ഇളയ മോന് 15 വയസ്സ് പ്രായം, എന്റെ ഇളയ മോന് 15 വയസ്സ് പ്രായമുണ്ട്. അതിനെ 2 വയസ്സ് മക്കളുണ്ട്. ആലോചിക്കുക, എത്ര പരിണാമാവസ്ഥയാണ്. അവരെ ലഭിക്കേണ്ടത് നമുക്ക്, അവരെ രക്ഷയോട് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക്, ഈ ജനങ്ങളോട് ഇടിവ് നിൽക്കേണ്ടത് നമുക്ക്. നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രം പ്രാർത്ഥിച്ച പോലുള്ളൂ, ഇന്ത്യക്കാർക്ക് മാത്രം എഴുതുന്ന പോലുള്ളൂ. ഇവർക്ക് വേണ്ടി നിൽക്കട്ടെ,
അതിനുവേണ്ടി എന്നെ ക്രിസ്തു നമ്മെ വിളിച്ചത്, അതിനുവേണ്ടി എന്നെ സ്വന്തം നമ്മെ ആമേൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കുക, നമ്മെ സമർപ്പിക്കുക. യെശയ്യാവിന്റെ ശബ്ദം പോലെ അനന്തരം ഞാൻ ആഗ്രഹിക്കുന്നു. ആർ നമുക്ക് വേണ്ടി പോകും? എന്റെ ഈ സാക്ഷ്യത്തിലൂടെ എത്ര പേർക്ക് തങ്ങളെ സമർപ്പിക്കാൻ കഴിയും? അടിയനായിരിക്കണം. കർത്താവേ, എനിക്ക് പോകുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു ദിവസത്തിൽ, ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ ഇത്ര ടൈം പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, എനിക്ക് പോകുവാൻ കഴിയത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് കിട്ടുന്ന നന്മയിൽ ഞാൻ റൈറ്റായ വേയിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ആത്മാക്കളെ അയക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് മുതൽ കഴിയും. ഒരു മാസം ഒരു ക്യാൻസറിന്റെ കടന്നുപോയി, മരണത്തെ മഹാമുഖം കണ്ടു. കടന്നുപോയി, മരണത്തെ മഹാമുഖം കണ്ടു. കോവിഡിന്റെ കടന്നുപോയി, മരണത്തെ മഹാമുഖം കണ്ടു. അവിടെ തീർന്നു പോകുമെന്ന് വൈദ്യുതി എഴുതിക്കൊണ്ട് സുഖം പറഞ്ഞു വിട്ടുകൊടുക്കത്തില്ല. ആഫ്രിക്കയിൽ എന്റെ വേദനയ്ക്ക് എനിക്ക് ആവശ്യമാണ്. ആഫ്രിക്കയിൽ ഒരു തലമുറയെ നേടുവാൻ, ഒരു രാജ്യത്തെ നേടുവാൻ എനിക്ക് നിന്ന് വേണം. നമ്മുടെ സെൽഫിഷായ ചിന്തകളെല്ലാം തകർക്കാൻ നമുക്ക് ജനപ്രകാരമുള്ള എല്ലാ ചിന്തകളും നമുക്ക് തകർത്തിട്ട് ഒന്ന് പറയാം, അപ്പാ എന്നെ സമർപ്പിക്കുകയാണ്. നിന്റെ ഹിതമെന്തോ അതിലൂടെ വെളിപ്പെടുവാൻ എന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ പകൽക്കാലം ഒന്ന് കൊടുക്കാൻ കഴിയുമോ? യഹോവ നമ്മളിൽ പ്രസാദിക്കും. ദൈവത്തിന്റെ പ്രസാദം നമ്മിൽ വെളിപ്പെടുവാൻ കഴിയാത്തതും എന്റെ സാക്ഷ്യത്തിന് ഞങ്ങൾ വിരാമം കൊടുക്കുകയാണ്. ആമേൻ. ഞാൻ ഈ കരയുന്നത് ഇതൊന്നും ഇമോഷണൽ അല്ല കേട്ടോ. ഇതൊക്കെ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഇരുന്ന് കരുതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സാക്ഷ്യം കരയുകയായത്. അങ്ങനെ ഓർത്തു ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി നിങ്ങളുടെ നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കരുത്, ഒരു മണിക്കൂർ പോലും വേസ്റ്റ് ആക്കരുത്. ആ ടിവിയുടെ മുന്നിൽ, സോഷ്യൽ മീഡിയയുടെ മുന്നിൽ, ഇന്റർനെറ്റിന്റെ മുന്നിൽ, ഫ്രണ്ട്സിന്റെ മുന്നിൽ വെറുതെ സമയം കളയാതെ പ്രാർത്ഥന മുറിക്കുന്നത് പ്രാർത്ഥിക്കുക. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആഫ്രിക്കൻ കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ഉറങ്ങേണ്ട സമയമല്ല. ഇത് നന്ദി നടക്കേണ്ട സമയമല്ല. ദൈവത്തിന്റെ മടക്കി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏൽപ്പിച്ചുകൊടുക്കുക, പ്രാർത്ഥിക്കുക. അവൻ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യും. അവൻ നമുക്ക് വലിയ പ്രതികളായിരിക്കും. എന്നൊരു വാക്കുകൾ കൂടി പ്രാർത്ഥിക്കുക. എന്നെ വിളിച്ച കർത്താവ്, എന്നെ മാനിച്ച കർത്താവ് തീർന്നുപോയി. ആരുടെ ജന്മരാജ്യം എന്റെ ലോകം മുഴുവൻ വിധിയില്ല. എന്റെ ലൈഫിനെ മടക്കി തന്നു. അവന്റെ പർപ്പസിലേക്ക് എന്നെ കേട്ടുന്ന സ്വർഗം ഈ രാജ്യത്തെ കൂട്ടുവന്നു. തന്റെ വേല ചെയ്യുന്ന ദൈവം ഇന്ന് പകലും ജീവിക്കുന്നു. അവൻ നിന്നോട് സംസാരിക്കുക, അവൻ നിന്നോട് ചോദിക്കുക, എനിക്ക് വേണ്ടി പോകും, എനിക്ക് വേണ്ടി പോകും, എനിക്ക് വേണ്ടി പോകും. Thank you, Holy Spirit. Thank you, Master. എന്റെ പിതാവ്, ഞാൻ എനിക്ക് നന്ദി പറയുന്നപ്പ ഈ ജോയ്സ് ടിവിയിലൂടെ ഈ സമയം എന്നെ രക്ഷപ്പെടുവാൻ കാണുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ ബലമുള്ള തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് നിങ്ങളുടെ നാമം ചൊല്ലി ഞാൻ ഓരോരുത്തരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ ആത്മാക്കളെ കുറിച്ച് ആത്മദാഹം വെളിപ്പെടട്ടെ. ആത്മാക്കളെ കുറിച്ച് അവരുടെ ദാഹം ഉണ്ടാകട്ടെ. കർത്താവേ, നരകത്തിന്റെ തീയിലേക്ക് ആവലോട് ഓടിപ്പോകുന്ന ജനത്തെ കുറിച്ച് ആത്മഭാരം ഉണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച് അവരുടെ ആത്മഭാരം കൊടുക്കുന്ന കർത്താവേ, പിതാവേ, അങ്ങനെ അങ്ങോട്ട് സ്പർശിക്കുന്ന രോഗികളായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്.
ക്യാൻസറിൽ നിന്ന് എന്നെ സൗഖ്യമാക്കിയ യേശു, കോവിഡിൽ നിന്നും ന്യൂമോണിയയിൽ നിന്നും എന്നെ വിടുവിച്ച യേശു, അന്ന് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് വിടുവിച്ച യേശു, ഇന്ന് യേശു ജീവിക്കുന്നു. എന്നിൽ കൈമാറുന്ന സൗഖ്യത്തെ രോഗികളിലേക്ക് സൗഖ്യമായി ഈ സമയം ഞാൻ കൈമാറുന്നു. അത്ഭുതങ്ങൾ വെളിപ്പെട്ടിരിക്കുന്ന ക്രമത്തിൽ നന്ദി. ഈ ജോയ്സ് ടിവിയെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നാമം ചൊല്ലിയ ബ്ലസ് ചെയ്യുക. നിസ്വാർത്ഥമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്റെ മക്കൾ ചെയ്യുന്ന ഈ വേലയെ മാനിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ എന്റെ മക്കൾ എനിക്ക് നൽകിയ ഈ നല്ല ഓപ്പർച്യൂണിറ്റിക്കായി ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്റെ മക്കൾ ഇതിന് നാമം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇപ്രകാരം ഈ ജോയ്സ് ടിവിയിലേക്ക് ഇൻക്രീസ് ചെയ്ത സ്തോത്രം ചെയ്യുന്നു. തന്നെയും ഞങ്ങളുടെ നാമം ചൊല്ലി ബ്ലസ് ചെയ്യുന്ന കർത്താവേ, എല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുപോലെ പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന നന്ദി. യേശുവിൻ ധന്യനാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.